ഓക്കെ, അപ്പം റോമാലേഖനം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 2-ാം അധ്യായം കംപ്ലീറ്റ് ചെയ്തു. ഇതുവരെ ഉള്ളത് എല്ലാവർക്കും ഓക്കെ ആണല്ലോ? നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു ബ്രേക്ക് എടുത്തുകൊണ്ട് ഒന്ന് ഫ്ലോ വിട്ടു പോയിട്ടില്ലല്ലോ അല്ലേ? പറയാം. ഞാൻ അതെ ജോയലിനും ജുബലിനും ഒക്കെ എല്ലാം ഓക്കെ അല്ലേ? സാന്ദ്ര ഓക്കെ അല്ലേ? നമ്മൾ ഇതുവരെ പഠിച്ചത് സിമ്പിളാണ്, അറിയാമല്ലോ. ലിനി ചേച്ചി എനിക്ക് തോന്നുന്നു 1-2 ആഴ്ച ഇടയ്ക്ക് മിസ്സായതുകൊണ്ട് അതിന് മുമ്പത്തെ ആഴ്ച ഉണ്ടായിരുന്നു അല്ലേ? നമ്മൾ ഇതുവരെ പഠിച്ചത് സിമ്പിളാണ്. ഇതുവരെ നമ്മൾ എന്താ പഠിച്ചത്? പൗലോസ് പറയുക, ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? റോമിലോട്ട് ഞാൻ വരുന്നുണ്ട്. ഞാൻ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സുവിശേഷം പറയാനാണ്. അപ്പം അപ്പോൾ ആരെങ്കിലും ചോദിക്കുകയാണ് എന്തിനാണ് സുവിശേഷം പറയുന്നതെന്ന് ചോദിച്ചാൽ പൗലോസ് പറയുക, സുവിശേഷത്തിൽ എന്തുണ്ട്? ദൈവത്തിൻ്റെ നീതിയുണ്ട്. അപ്പോൾ ആരെങ്കിലും ചോദിക്കുക എന്തിനെനിക്ക് നീതി എന്ന് ചോദിച്ചാൽ പൗലോസ് പറയുക, നിങ്ങൾക്ക് ആ നീതി എന്തിനാണ് വേണ്ടതെന്നാണ് പറയുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ. ആ സിമ്പിൾ ആസ് ദാറ്റ്. ഞാൻ വരുന്ന സുവിശേഷം പറയാനാണ്. സുവിശേഷത്തിൽ ദൈവത്തിൻ്റെ നീതിയുണ്ട്. അപ്പോൾ ആരെങ്കിലും ചോദിക്കുക ഞങ്ങൾക്ക് എന്തിനാണ് ആ നീതി എന്ന് ചോദിച്ചാൽ നിങ്ങൾ നീതി ആവശ്യമുള്ളവരാണ് എന്ന് പറഞ്ഞ് വരികയാണ്. സംഭവം കോണ്ടെക്സ്റ്റ് മനസ്സിലായോ? സിമ്പിളാണല്ലേ? നീതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മൾ കോടതി പോകുന്നത് എന്തിനാ? നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനൊരാളെ കൊന്നിട്ട് ഞാൻ കോടതി പോകുമ്പോൾ എനിക്ക് നീതി കിട്ടുന്നതാണെങ്കിൽ എന്നെ വെറുതെ വിടുകയാണല്ലേ? അപ്പോൾ തെറ്റുള്ള ഒരാളാണ് എന്ത് ചെയ്യുന്നത്? നീതിക്ക് വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് ആൾക്കാർ ചോദിക്കാൻ ഞങ്ങൾക്ക് എന്തിനാണ് ആ സുവിശേഷത്തിലെ നീതി എന്ന് ചോദിക്കുമ്പം പൗലോസ് പ്രൂവ് ചെയ്ത് വരികയാണ്, നിങ്ങളെല്ലാവരും എന്താണ്? പാപികളാണെന്നും അതുകൊണ്ട് നിങ്ങൾക്ക് നീതി വേണമെന്നും പറയുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കാറ്റഗറി ആൾക്കാരുണ്ട്. അവരെന്ത് പറയും? അവർ പറയും ഞങ്ങൾക്ക് എന്തില്ലായിരുന്നു, ഞങ്ങളോട് ദൈവം സംസാരിച്ചിട്ടൊന്നുമില്ല, ഞങ്ങൾക്ക് ദൈവത്തെ പറ്റിയിട്ടൊന്നും അറിയത്തില്ലായിരുന്നു എന്ന് പറയും. അപ്പോൾ അങ്ങനത്തെ കാറ്റഗറി എടുത്തിട്ട് പൗലോസ് പറയുക, നിങ്ങളും പാപികളാണ്. നിങ്ങളോട് ദൈവം എങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു? പ്രകൃതിയിൽ കൂടിയും ദൈവം റെവലേഷൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. ദൈവത്തെ നിങ്ങൾക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറയാം. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്തില്ല? ദൈവത്തോട് റെസ്പോണ്ട് ചെയ്തില്ല എന്ന് പറയുക. അങ്ങനെ റെസ്പോണ്ട് ചെയ്യാതിരുന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പറ്റി? ദൈവത്തിൻ്റെ ശിക്ഷ കിട്ടി. നിങ്ങൾ അധമമായിട്ടുള്ള പ്രവൃത്തിയിൽ വീണു പോയെന്ന്. അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു, ശരിയാ, പക്ഷെ ഞങ്ങൾ മാന്യമായിട്ടൊക്കെ ജീവിച്ച ആൾക്കാരാണെന്ന് പറഞ്ഞു. സ്വയനീതിക്കാർ. അതെ, പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ പൗലോസ് എടുത്ത് പറയുകയാണ്, അതിൽ കാര്യമില്ല, നിങ്ങൾ പെർഫെക്റ്റായിട്ട് ജീവിച്ചാലും നിങ്ങൾ എന്താണ്? പാപികളാണ് എന്ന് പൗലോസ് പറയുക. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു വെച്ചപ്പോൾ മറ്റൊരു കൂട്ടരുണ്ട്. ആരുണ്ട്? യഹൂദന്മാരുണ്ട് അവിടെ. അവർ പറഞ്ഞു, പക്ഷെ ഞങ്ങൾ അങ്ങനൊന്നും അല്ല, ഞങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തം ആൾക്കാരാണ്, ഞങ്ങൾക്ക് ന്യായപ്രമാണമുണ്ട്, ഞങ്ങൾ ഇതൊക്കെ പ്രമാണിച്ച് ജീവിച്ചവരാണെന്നൊക്കെ പറയുക. അപ്പോൾ പൗലോസ് പറയുക, അതിലും കാര്യമില്ല, നിങ്ങളും എന്താണ്? പാപികളാണെന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പം യഹൂദന്മാരെ പറ്റി പറഞ്ഞപ്പം പറഞ്ഞു, നിങ്ങളോട് മറ്റേ എന്തായിരുന്നു? സ്പെസിഫിക് റെവലേഷനാണ് നിങ്ങൾക്ക് തന്നെ, ജനറൽ റെവലേഷൻ അല്ല. നിങ്ങളോട് ദൈവം ന്യായപ്രമാണമൊക്കെ തന്നിട്ട് സ്പെസിഫിക് ആയിട്ട് സംസാരിച്ചു. പക്ഷെ അവരെന്ത് ചെയ്തു? നാച്ചുറൽ റെവലേഷൻ കൊടുത്തപ്പോൾ അവരത് ദൈവം എന്ന് അന്വേഷിക്കുകയോ ദൈവത്തിന് മഹത്വം കൊടുക്കുകയോ ചെയ്യാതെ തെറ്റിപ്പോയപ്പം യഹൂദൻ ഇത് കൊടുത്ത് യഹൂദൻ ന്യായപ്രമാണം പഠിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കാതെ അവരും എന്ത് ചെയ്തു? തെറ്റിപ്പോയി. അപ്പോൾ നമ്മളവിടെ ഒരു ചെറിയ കറക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ, നമ്മൾ യഹൂദൻ തെറ്റിപ്പോയത് നമ്മൾ പറഞ്ഞില്ലേ, അവരെന്ത് ചെയ്തു? അവർ ദൈവത്തിൻ്റെ ഇഷ്ടം ന്യായപ്രമാണം പഠിച്ച് മനസ്സിലാക്കാതെ അവരെന്ത് ചെയ്തു? അമ്പ് ചെയ്തു, അവർ കരൾ മുറിച്ചു, അവരെന്ത് ചെയ്തു? കുലദൈവങ്ങളോട് ചോദിച്ചെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഉറീമും തുമ്മീമിൻ്റെ ഒരു ഡിസ്കഷൻ നമ്മുടെ ഇടയ്ക്ക് വന്നല്ലേ. അത് ആക്ച്വലി നമുക്ക് ഇവിടെ പറയാൻ പറ്റത്തില്ല. കാരണം ഉറീമും തുമ്മീമും യഹോവയായ ദൈവം അവർക്ക് കൊടുത്തതാണ്. നമ്പേഴ്സിൽ അതെ, അതായത് പ്രവാചകന്മാരൊക്കെ എസ്റ്റാബ്ലിഷ് ആവുന്നതിന് മുമ്പ് ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് കൊടുത്തൊരു മെത്തേഡാണ് ദൈവം കൊടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് അത് യഹോവയായ ദൈവം കൊടുത്തതുകൊണ്ടാണ് അവർ തെറ്റിപ്പോയതല്ല. പക്ഷേ പിന്നീട് അവർ ചെയ്തതല്ല. അതായത് നമ്മൾ പറഞ്ഞ അമ്പ് ചെയ്തതും എന്താണ് കരൾ മുറിച്ചതും ഒന്നും യഹോവയായ ദൈവം കൊടുത്തതല്ല. ആ സമയത്തൊക്കെ അവരോട് സംസാരിക്കാൻ സ്പെസിഫിക് ആയിട്ട് ആരുണ്ട്? പ്രവാചകന്മാരിൽ കൂടെ ദൈവം സംസാരിക്കുന്ന കാലമാണ്. അപ്പോഴും പക്ഷെ അവരതൊന്നും കേൾക്കാതെ അവരെന്ത് ചെയ്തു? അവർ പേഗൻ പ്രാക്ടീസസ് എടുത്തിട്ട് ഈ ന്യായപ്രമാണത്തിൽ നിന്ന് പഠിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം അറിയുന്നതിന് പകരം അവരെന്ത് ചെയ്തു? തെറ്റിപ്പോയി. അപ്പം നിങ്ങളെല്ലാവരും പാപികളാണെന്ന് പൗലോസ് എന്ത് ചെയ്തു? 2-ാം അധ്യായം അവസാനമായപ്പം കൊണ്ട് പ്രൂവ് ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇങ്ങനൊരു സിനാരിയോ വരുമ്പോൾ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇന്നും നമ്മൾ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ് ഇത്. ഞാൻ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഞാൻ ഒരു സംഭവം ഇങ്ങനെ കേട്ടപ്പം, നമുക്കറിയാവുന്ന ഒരാൾ വിശ്വാസികളാണ്. അപ്പോൾ അവർ ഇങ്ങനെ വയ്യാതിരിക്കുക പെട്ടെന്ന്. അപ്പോൾ അവരുമായിട്ട് കുറേ കാലം കൊണ്ട് ഇങ്ങനെ സംസാരിക്കുകയൊന്നും ചെയ്യാതിരുന്ന ഒരാൾ ഇവർ വയ്യാതിരിക്കുകയാണ്, അവർ വിശ്വാസികളല്ല, വയ്യാതിരിക്കുകയാണെന്ന് അറിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഇവരെ വിളിച്ചു. അപ്പോൾ ഇവർ പറയുക, കണ്ടോ അവർക്കൊക്കെ തെറ്റ് മനസ്സിലായി, ഇപ്പം ഞങ്ങളെ വിളിച്ചു എന്ന് പറയുക. ഇത് തന്നെയാണ് ഇവിടെയും പറയുന്നത്.
അവിടെ പറയാ ന്യായപ്രമാണം ഇല്ലാത്തവൻ ന്യായപ്രമാണത്തിലുള്ളത് അവൻ ചെയ്യുമ്പോൾ ന്യായപ്രമാണം ഇല്ലാത്ത അവര് ന്യായപ്രമാണം ഉള്ളത് നിങ്ങൾക്ക് എന്താവുന്നു എന്ന് പറഞ്ഞ പോലെ പലപ്പോഴും നമ്മൾ ഇതിനെ റിയലൈസ് ചെയ്യുന്നതിന് പകരം നമ്മൾ അവിടെയും നമ്മുടെ സ്വയനീതിയിൽ ചെന്ന് വീഴുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യഹൂദന്മാരോടും പറഞ്ഞു വെച്ചു, നിങ്ങൾ എന്താണ്, നിങ്ങൾ പാപികളാണെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ട് നോക്കി പൗലോസ് ഇതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു വെക്കുന്ന നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, വളരെ വളരെ മോശം ലാംഗ്വേജ് പൗലോസ് പറയുകയാണ് അല്ലേ. നിങ്ങൾക്ക് പരിച്ഛേദന എന്ന് പറഞ്ഞാൽ അഗ്രചർമ്മം പോലെ ആയിപ്പോയി നിങ്ങളുടെ പരിച്ഛേദന എന്നൊക്കെ പറയുക അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടൊന്ന് ആലോചിച്ച് നോക്കി, ഇന്നത്തെ ഇപ്പം നമ്മുടെ ഒരു ചർച്ചിലോട്ട് നമ്മൾ ഒരാളോട് പറയുക നിങ്ങളുടെ സ്നാനം വെറുതെ ആയിപ്പോയി, ഒരു കാര്യമില്ല എന്നൊക്കെ പറയുമ്പം സ്വാഭാവികമായിട്ട് അവർ ചോദിക്കുന്ന അടുത്ത ചോദ്യം എന്തായിരിക്കും അവർ ചോദിക്കുന്നത്? അവർ ചോദിക്കും, അപ്പം നീ പറയുന്നത് എന്തോ ഈ ബൈബിൾ കൊണ്ട് പഠിക്കുന്നതുകൊണ്ടൊന്നും പള്ളിയിൽ പോകുന്നതുകൊണ്ട് കാര്യമില്ലയോ, സ്നാനപ്പെടുന്നതുകൊണ്ട് കാര്യമില്ലയോ? സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങളല്ല ചോദിക്കുന്നത്. ഒരു സംശയവും യഹൂദനും അതേ ചോദ്യം തന്നെ തിരിച്ചു ചോദിക്കും. അപ്പോൾ നോക്കി നമ്മൾ പറഞ്ഞു ഡയാട്രിബയിലാണ് പൗലോസ് എന്ത് ചെയ്യുന്നത്, റോമാലേഖനം എഴുതുന്നത്. അപ്പം 3-ാം അധ്യായത്തിൻ്റെ 1 അപ്പം നോക്കിയേ, ഡയാട്രിബയിൽ ഒരു കൗണ്ടർ ആർഗ്യുമെന്റ് ചോദിക്കുന്ന ആർഗ്യുമെന്റ് പൗലോസ് എന്തുക എടുത്ത് പ്രസന്റ് ചെയ്യുക. അപ്പം ഇത്രയും പറഞ്ഞു, പരിച്ഛേദന നിങ്ങളെ പരിച്ഛേദനയൊക്കെ അഗ്രചർമ്മമായി പോയി, നിങ്ങളും പാപികളാണെന്ന് പറഞ്ഞപ്പം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നോക്കി, എന്നാൽ യഹൂദന് എന്ത് വിശേഷത, അല്ല പരിച്ഛേദനയാൽ എന്ത് പ്രയോജനം. അപ്പോൾ ഒരാൾ ചോദിക്കുക, ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ ഒരാൾ തിരിച്ചു ചോദിക്കുക, അത് ശരിയാ, അപ്പൊ നീ ഇത്രയൊക്കെ അപ്പൊ യഹൂദന് ഒരു വിശേഷത ഇല്ലേ, അപ്പൊ നീ പറയുന്നത് പരിച്ഛേദന കൊണ്ടൊന്നും ഒരു പ്രയോജനം ഇല്ലെന്നാണോ നീ പറയുന്നതെന്ന് തിരിച്ച് പൗലോസിനോട് ചോദിക്കുക. അപ്പോൾ പൗലോസ് പറയുക, നോക്കി, അല്ല, സകല വിധത്തിലും വളരെ ഉണ്ട്. ഒന്നാമത് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നത് തന്നെ ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? ഒരു നാളുമില്ല. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം അവർ ചോദിക്കുകയാണ്, എന്തോ ചോദിക്കുന്നത്, ഓ നീ ഇത്രയൊക്കെ പറഞ്ഞു, അപ്പോൾ എന്താണ് പരിച്ഛേദനയ്ക്ക് അപ്പോൾ ഒരു പ്രയോജനം ഇല്ല, യഹൂദന് അപ്പോൾ എന്താ ഒരു വിശേഷത ഇല്ലെന്ന് ചോദിക്കും. അപ്പോൾ പൗലോസ് പറയുക, യഹൂദന് വിശേഷത ഇല്ലെന്നല്ല പറയുന്നതിൻ്റെ അർത്ഥം, യഹൂദൻ എന്തുണ്ട്, വിശേഷത ഉണ്ട്. ഒന്നാമത് എന്താണ്, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ആരെ ഏൽപ്പിച്ചത്, യഹൂദനെ ഏൽപ്പിച്ചത്. അപ്പം ദൈവം ഒരു ജാതിയെ ചൂസ് ചെയ്ത് അവരുടെ കയ്യിലോട്ട് ദൈവത്തിൻ്റെ അരുളപ്പാട് കൊടുത്തപ്പം അത് യഹൂദനെയാണ് വിളിച്ച് ചൂസ് ചെയ്തത്. അത് യഹൂദനായതുകൊണ്ട് എന്തുണ്ട്, യഹൂദൻ എന്തുണ്ട്, വിശേഷതയുണ്ട്. അപ്പം യഹൂദനെ ചൂസ് ചെയ്തതിലോ ന്യായപ്രമാണം കൊടുത്തതിലോ വിശേഷത ഇല്ലെന്നല്ല പൗലോസ് പറഞ്ഞത്. യഹൂദൻ അത് മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്തതിൽ എന്ത് ചെയ്തു, വീണുപോയി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് യഹൂദൻ ഇത് കൊടുത്തത് കൊണ്ടുള്ള വിശേഷത അവർക്ക് ഇല്ലാതെ പോകുന്നുണ്ടോ? ഇല്ല. യഹൂദൻ എന്തുകൊണ്ട് വിശേഷത ഉണ്ട്, എന്തുണ്ട്, അവർക്ക് അവരുടെ കയ്യിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ന്യായപ്രമാണം കൊടുത്തതെന്നുള്ള വിശേഷതയുണ്ട്. അപ്പോൾ അവർ രണ്ടാമത്തെ ചോദ്യം ചോദിക്കുകയാണ്, ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? അപ്പം ചിലർ ചോദിക്കുക, നീ പറഞ്ഞതൊക്കെ സത്യമാണ്, ചിലരൊക്കെ ഇങ്ങനെ മോശമായിട്ട് നടക്കുന്നവരൊക്കെ ഉണ്ട്, വിഗ്രഹം അന്യദൈവത്തെ ആരാധിക്കില്ലെന്ന് പറഞ്ഞിട്ട് വിഗ്രഹം മോഷ്ടിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ചിലർ വിശ്വസിച്ചില്ലെന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് ദൈവം യഹൂദനോട് മൊത്തത്തിൽ എന്ത് ചെയ്യുമോ? സ്വാഭാവികമായിട്ട് ഇന്നും ചോദിക്കുന്ന ചോദ്യം ഇതല്ലേ. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സഭയ്ക്കകത്ത് എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നത്, ഇപ്പൊ ചിലര് മോശമായി പോയി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അങ്ങനെയാണോ എന്ന് ചോദിക്കും. സ്വാഭാവികമായിട്ട് യഹൂദൻ അതേ ചോദ്യം തന്നെ തിരിച്ചു ചോദിക്കുകയാണ്. ചിലര് വിശ്വസിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് എന്താണ് നീക്കം വരുമോ? അപ്പം പൗലോസ് പറയാൻ എന്താണ്, ഒരു നാളും ഇല്ല. അപ്പം നമ്മൾ ഈ കവനന്റുകളെ പറ്റി പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അബ്രഹാമിനോട് ചെയ്ത ഏബ്രഹാമിക് കവനന്റ് നമ്മൾ പറഞ്ഞു, ബൈലാട്രൽ യൂണിലാട്രൽ ഒക്കെ പഠിച്ചത് ഓർമ്മയുണ്ടോ? അബ്രഹാമിനോട് ചെയ്ത് എന്താ, യൂണിലാട്രാ. അബ്രഹാം ഒന്നും ചെയ്യണ്ട, ഞാൻ നിന്റെ സന്തതി എന്ത് ചെയ്യും, അനുഗ്രഹിക്കുമെന്ന് പറയാം. അതിന് അബ്രഹാമിനകത്ത് എന്തില്ല, ഒരു റോളും ഇല്ല. ഇത് നോക്കി പൗലോസ് ഇവിടെ അതേ കാര്യം തന്നെ പറയുകയാണ്. സംഭവം ശരിയാണ്, നിങ്ങൾ തന്ന കാര്യത്തിൽ നിങ്ങൾ ഫെയിൽ ആയിപ്പോയി, പക്ഷെ ദൈവത്തിന്റെ വിശ്വസതയ്ക്ക് എന്തില്ല, നീക്കം വരത്തില്ല. അപ്പൊ കൗണ്ടർ ആർഗ്യുമെന്റ് യഹൂദന്മാർ ചോദിക്കുക, ഒന്നെന്താണ്, അപ്പൊ ഞങ്ങൾക്ക് എന്താ ഒരു പ്രത്യേകത ഇല്ലേ, പരിച്ഛേദന കൊണ്ട് അപ്പോൾ ഒരു കാര്യവും ഇല്ലയോ? അപ്പോൾ പറയാം, യഹൂദന വിശേഷതയൊക്കെ ഉണ്ട്, സകല വിധത്തിലും ഉണ്ട്. എന്താണ്, നിങ്ങളുടെ കയ്യിലായിരുന്നു എന്ത് തന്നിരിക്കുന്നത്, ന്യായപ്രമാണം തന്നിരിക്കുന്നത്. അപ്പോൾ ചോദിക്കുക, ചില ആൾക്കാർ വിശ്വസിക്കാതിരുന്നു എന്ന് പറഞ്ഞിട്ട് ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ എന്ന് ചോദിക്കുക. അപ്പോൾ പറയുക, എന്താ, ഒരു നാളും ഇല്ല, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് എന്ത് ചെയ്യത്തില്ല, നീക്കം വരത്തില്ല എന്ന് പൗലോസ് പറയാം. അതിന് പൗലോസ് സ്ഥാപിക്കുന്നത് എങ്ങനെയാണ്, നിന്റെ വാക്കുകളിൽ നീ നീതീകരിക്കപ്പെടുവാനും നിന്റെ വാക്കുകളിൽ നീ നീതീകരിക്കപ്പെടുവാനും നിന്റെ ന്യായവിസ്താരത്തിൽ ജയിക്കുവാനും എന്നെഴുതിയിരിക്കുന്നത് പോലെ ദൈവം സത്യവാൻ, സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നവർ എന്നേ വരും. അപ്പോൾ ഇത് നോക്കിയ പ്രവാചക പുസ്തകത്തിൽ നിന്ന് ദൈവത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് പൗലോസ് ഇവിടെ എടുത്തു പറയുകയാണ്. ദൈവം സത്യവാനാണ്. ദൈവം ഏത് ന്യായവിസ്താരത്തിൽ നിന്നാലും ദൈവം എന്താണ്, നീതിമാനാണ്.
അപ്പോൾ നീതിമാനായ ദൈവം ഒരു വാക്ക് പറഞ്ഞ ആ വാക്ക് ദൈവം തെറ്റിക്കുമോ? ഇല്ല. അങ്ങനെ തെറ്റിച്ചാൽ ദൈവം എന്തല്ല? നീതിമാനല്ല. അപ്പോൾ അതുകൊണ്ട് ദൈവം നീതിമാനാണ്. അതുകൊണ്ട് തന്നെ യഹൂദനോട് ദൈവം ഒരു പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലർ തെറ്റിപ്പോയി എന്നതുകൊണ്ട് ആ പ്രോമിസിന് മാറ്റം വരത്തില്ല എന്നത് പൗലോസ് ഒന്നുകൂടെ എടുത്തു പറയുക. പ്രവാചക പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ദൈവം ആരാണ്? നീതിമാനാണെന്ന് എഴുതിയിട്ടുണ്ട്. എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ദൈവം നീതിമാന. ചിലർ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും എല്ലാവരും ഭോഷ്ക്ക് പറയുന്നു, ദൈവം സത്യം പറയുന്നു എന്ന് മാത്രമേ അതെന്താവുന്നുള്ളൂ, പ്രൂവ് ആവുന്നുള്ളൂ എന്ന് പൗലോസ് പറയുക. അപ്പോൾ പറയുകയാണ്, എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ദൈവം സത്യവാൻ, സകല മനുഷ്യരും ഭോഷ്ക്ക് പറയുന്നവർ എന്നേ വരും. നോക്കി, ദൈവത്തിൻ്റെ വിശ്വസതയ്ക്ക് മാറ്റമൊന്നുമില്ല. പക്ഷേ സകല മനുഷ്യരും എന്ത് ചെയ്തു? ഭോഷ്ക്ക് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ യഹൂദന് ന്യായപ്രമാണം കൊടുത്തു, ദൈവം വിശ്വസ്തനുമാണ്, ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് മാറ്റമില്ല. പക്ഷേ യഹൂദന്മാരെല്ലാവരും തെറ്റിപ്പോയിന്നേ വരത്തുള്ളൂ എന്നാണ് പൗലോസ് അവിടെ പറഞ്ഞു വെക്കുന്നത്. അടുത്ത ആർഗ്യുമെൻ്റ് വളരെ ശ്രദ്ധിച്ച് കേട്ടില്ലെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ നമ്മുടെ അനീതി ദൈവത്തിൻ്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നു എങ്കിൽ നാം എന്തു പറയും? ശിക്ഷ നടത്തുന്ന ദൈവം നീതിയില്ലാത്തവൻ എന്നോ? ഞാൻ മനുഷ്യ രീതിയിൽ പറയുന്നു, ഒരു നാളും അല്ല. അപ്പം നോക്കി അടുത്ത ഒരു ആർഗ്യുമെൻ്റ് ചോദിക്കുക. അപ്പോൾ പറയുക, പൗലോസ് ഇപ്പം ഇത്രയോ നീതിയെ പറ്റിയിട്ടൊക്കെ പറഞ്ഞപ്പം ഒരാൾ ചോദിക്കുക, ഇപ്പം നമ്മൾ എങ്ങനെയാണ് ലൈറ്റിനെ അളക്കുന്നത്? എങ്ങനെയാണ് ലൈറ്റിനെ അളക്കണമെങ്കിൽ ഡാർക്ക്നെസ് ഉണ്ടെങ്കിലേ ലൈറ്റ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവാൻ പറ്റത്തുള്ളൂ, അല്ലേ? അപ്പോൾ പറയുക, ദൈവം എത്രത്തോളം നീതിമാനാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അത്രയും തിന്മ നോക്കുമ്പോഴല്ല ദൈവത്തിൻ്റെ നീതി എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, മനസ്സിലാക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്, എന്നാൽ നമ്മുടെ അനീതി ദൈവത്തിൻ്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നു എങ്കിൽ നാം എന്തു പറയും? അപ്പോൾ അവർ ചോദിക്കുക, നീ ഇത്രയും നേരം പറഞ്ഞ് ഞങ്ങൾ വലിയ പാപികളാണെന്നൊക്കെ. അപ്പം നീ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താ? നീതിമാനായിട്ടുള്ള ദൈവം ഉണ്ടെന്നാ. അപ്പം നീ ദൈവത്തിൻ്റെ നീതിയെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ എന്താക്കി? അനീതി ഉള്ളവരാക്കി. അപ്പോൾ ചോദിക്കുക, അപ്പം ദൈവത്തിൻ്റെ നീതി കാണിക്കാൻ ഞങ്ങളുടെ അനീതി വേണമെന്നുണ്ടായിരുന്നെങ്കിൽ അവർ ചോദിക്കുക, സ്വാഭാവികമായിട്ടും ന്യായമായ ചോദ്യമല്ലേ? അവർ ചോദിക്കുക, ദൈവത്തിൻ്റെ നീതിയെ കാണിക്കാൻ ഞങ്ങൾ അനീതി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പിന്നെ ദൈവത്തിന് എങ്ങനെ ശിക്ഷ വിധിക്കാൻ പറ്റുന്നത്? ദൈവം നീതിമാനാണെന്ന് കാണിക്കാൻ ഞങ്ങളുടെ അനീതി വേണ്ടി വന്നില്ലേ? അപ്പം പിന്നെ എങ്ങനെയാ ദൈവത്തിന് ഞങ്ങളെ ശിക്ഷ വിധിക്കാൻ പറ്റുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ പൗലോസ് പറയുകയാണ്, അതിന് മറുപടി എന്താ പറയുന്നത്? ശിക്ഷ നടത്തുന്ന ദൈവം നീതി ഇല്ലാത്തവൻ എന്നാണോ വരുന്നത്? അപ്പോൾ പൗലോസ് പറയുക, ഞാൻ മനുഷ്യ രീതിയിൽ പറയുന്നു, ഒരു നാളും അല്ല. ഇങ്ങനത്തെ തോട്ട് പോലും ഞാൻ മനുഷ്യ രീതിയിലാണ് പറയുന്നത്, അങ്ങനെ ദൈവികമായിട്ട് ചിന്തിക്കാൻ പറ്റുന്നതല്ല. ഇങ്ങനത്തെ ഒരു ആർഗ്യുമെൻ്റ് ഞാൻ മനുഷ്യൻ അങ്ങനെ ചിന്തിക്കും എന്ന് ഞാൻ പറയുകയാണ്. എന്തല്ല, ഒരു നാളും അങ്ങനെയല്ല വരുന്നതെന്ന് പൗലോസ് പറയുക. എന്നിട്ട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ദൈവം ലോകത്തെ എങ്ങനെ വിധിക്കും? ദൈവത്തിൻ്റെ സത്യം എൻ്റെ ഭോഷ്കിനാൽ അവൻ്റെ മഹത്വത്തിനായി അധികം തെളിവായി എങ്കിൽ എന്നെ പാപി എന്ന് വിധിക്കുന്നത് എന്ത്? അടുത്ത ആർഗ്യുമെൻ്റ് നോക്കിക്കോണേ, നല്ലത് വരേണ്ടതിന് തീയത് ചെയ്യുക എന്ന് പറയരുതോ? ഞങ്ങൾ അങ്ങനെ പറയുന്നു എന്ന് ചിലർ ഞങ്ങളെ ദുഷിച്ചു പറയുന്നുവല്ലോ. ഇവർക്ക് വരുന്ന ശിക്ഷാവിധി നീതിയുള്ളത് തന്നെ. അപ്പം നോക്കിയേ, പൗലോസ് ഇത്രയും നേരം നീതിയെപ്പറ്റി പറഞ്ഞു വെക്കുക. നിങ്ങൾ നീതി ഇല്ലാത്തവരാണെന്നും നിങ്ങൾക്ക് നീതി വേണമെന്നും നീതിമാനായിട്ടുള്ളൊരു ദൈവം ഉണ്ടെന്നും ഉള്ള ആർഗ്യുമെൻറ്റിലോട്ട് പൗലോസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞങ്ങൾ അനീതി ചെയ്തത് കൊണ്ടാണല്ലോ ദൈവത്തിൻ്റെ നീതി എന്ത് ചെയ്യുന്നത്? വെളിപ്പെട്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അനീതി ദൈവത്തിൻ്റെ നീതിയെ പ്രകടമാക്കാൻ സഹായിച്ചെങ്കിൽ ആ ദൈവത്തിന് ഞങ്ങളെ എങ്ങനെ വിധിക്കാൻ പറ്റും? ഞങ്ങളെ എങ്ങനെ ശിക്ഷിക്കാൻ പറ്റും? അടുത്ത വേറൊരു ആർഗ്യുമെൻ്റ് നോക്കുകയും, അല്ലെങ്കിൽ ദൈവം ലോകത്തെ എങ്ങനെ വിധിക്കും? ദൈവത്തിൻ്റെ സത്യം എൻ്റെ ഭോഷ്കിനാൽ അവൻ്റെ മഹത്വത്തിനായി അധികം വെളിവായി എങ്കിൽ എന്നെ പാപി എന്ന് വിളിക്കുന്നത് എന്ത്? നോക്കിയേ, ഈ ആർഗ്യുമെൻറ്റ്സ് നിങ്ങൾക്ക് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുന്നുണ്ടോ? ഈ ആർഗ്യുമെൻറ്റ്സ് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുന്നുണ്ടോ? അപ്പോൾ അടുത്ത ആൾ പറയുക, ഇപ്പം ചോദിക്കുക, ഞാൻ കുറേ കള്ളം പറഞ്ഞിട്ട് രാജിവെച്ചാൽ വന്നിട്ട് സത്യം പറയുമ്പം രാജിവെച്ചാൻ്റെ സത്യമാണെന്ന് മനസ്സിലായത് ആ സത്യത്തിന് പവർ കൂടുന്നതും ഞാൻ പറഞ്ഞ കുറേ കള്ളങ്ങൾ ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ടല്ലേ? അപ്പം ഞാൻ പറയാം, രാജിവെച്ചാൻ സത്യം കാണിക്കാൻ പറ്റിയത് ഞാൻ 10 കള്ളം പറഞ്ഞത് കൊണ്ടല്ലേ എന്ന് പറയുന്നത് പോലെ അവർ പറയുക, ഞാൻ പാപം ചെയ്തത് കൊണ്ടാണല്ലോ ദൈവത്തിൻ്റെ നീതി മനസ്സിലാക്കാനും ദൈവം നീതിമാനാണെന്ന് മനസ്സിലാക്കാനും പറ്റുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നെ എങ്ങനെയാ പാപി എന്ന് വിളിക്കാൻ പറ്റുന്നതെന്ന്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദൈവത്തിനെ കൂടുതൽ നീതിമാനാക്കാൻ ഞാൻ കൂടുതൽ പാപം ചെയ്താൽ മതിയോ എന്ന് ഒരു ആർഗ്യുമെന്റ് വരിക. പൗലോസ് പറയുക,
അങ്ങനെയല്ല, ഞാൻ അങ്ങനെ പഠിപ്പിക്കുന്നു എന്ന് ചിലർ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അവർക്കുള്ള ശിക്ഷാവധി വരുന്നുണ്ട് എന്ന് പൗലോസ് പറയാം. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്നെപ്പറ്റി ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്ന ആർഗ്യുമെന്റ്, എന്നെപ്പറ്റി കേട്ടിരിക്കുന്ന അപവാദം ഇതാണ്. നിജി പഠിപ്പിക്കുന്ന എന്ത് വേണേ ചെയ്യാം, എങ്ങനെ വേണേ ജീവിക്കാം, ഒരു കുഴപ്പമില്ല. അതാണ് എന്നെപ്പറ്റി ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞ ദുരുപദേശമായി കേട്ടിരിക്കുന്നത്. യേശു കർത്താവ് വന്നിട്ട് സുവിശേഷം പറഞ്ഞപ്പോൾ യഹൂദന്മാരെന്താ പറഞ്ഞേ? അവൻ ബ്ലാസ്ഫമി, അവൻ ദൈവദൂഷണം പറയുന്നു പറഞ്ഞു. പൗലോസ് സുവിശേഷം പ്രസംഗിച്ചപ്പോഴും ആൾക്കാർ പറയുന്നത് എന്താണ്? പൗലോസ് പറയുക എന്നെ പറ്റിയിട്ട് പറയുന്നു. നോക്കി, പൗലോസ് ഇവിടെ പറയുകയാണ്, ഞങ്ങൾ അങ്ങനെ പറയുന്നു എന്ന് ചിലർ ഞങ്ങളെപ്പറ്റി ദുഷിച്ച് പറയുന്നു. അവർക്കുള്ള ശിക്ഷാവധി വരുന്നുണ്ടെന്ന് പൗലോസ് എന്ത് ചെയ്യുക, പറയുക. അത് നീതിയുള്ളതാണെന്ന് പറയുന്നു. അതെ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ആർഗ്യുമെന്റ്സിനുണ്ടല്ലോ, ഈ ആർഗ്യുമെന്റ്സിന്റെ ആൻസർ പൗലോസ് ഇവിടെ എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. ഈ ആർഗ്യുമെന്റ്സിന്റെ ആൻസർ പറയണമെന്നുണ്ടെങ്കിൽ ഇവിടെ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നീതീകരണം പ്രസന്റ് ചെയ്തിട്ട് പൗലോസ് താഴോട്ട് വരുമ്പം ആകയാൽ കൃപ പെരുകേണ്ടതിന് പാപം ചെയ്യണമെന്നോ ഒരു നാളും അരുതു എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ആർഗ്യുമെന്റ് പൗലോസ് അവിടെ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ പൗലോസ് പറഞ്ഞു വെക്കുക, ഇത്രയും പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ചോദ്യങ്ങളാണ് ഈ പറഞ്ഞ ചോദ്യങ്ങളല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അനീതിയല്ലേ ദൈവത്തിന്റെ നീതിയെ പ്രസിദ്ധമാക്കിയത്, ഞങ്ങളുടെ കള്ളത്തിന്, ഞങ്ങളുടെ അസത്യമല്ലേ ദൈവത്തിന്റെ സത്യത്തെ കാണിക്കുന്നേ, ഞങ്ങളുടെ പാപമല്ലേ ദൈവത്തിന്റെ പാവമില്ലായ്മയെ കാണിക്കുന്നത്. അപ്പം ഞാൻ കൂടുതൽ പാപം ചെയ്താൽ ദൈവത്തിന്റെ പാവമില്ലായ്മ കൂടുതൽ വെളിപ്പെടുകയല്ലേ എന്നുള്ള ആർഗ്യുമെന്റ് ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഒരാളുടെ ഉള്ളിൽ വരാം. ആ ആർഗ്യുമെന്റിനെ പൗലോസ് പറയുക, അങ്ങനെയല്ല, ഒരു നാളും അങ്ങനല്ല. ഞാൻ അങ്ങനെ പഠിപ്പിക്കുന്നു എന്ന് ചിലർ പറയുന്നുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും പഠിപ്പിക്കുന്ന ആളുമല്ല. അവർക്ക് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നവർക്ക് ശിക്ഷാവധി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പൗലോസ് ആ ഭാഗത്തുനിന്ന് വിടുക. ഇത് പൗലോസ് ഇവിടെ വിടുകയല്ല, ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന്റെ മറുപടി പൗലോസ് വരുന്നുണ്ട്. ആകയാൽ കൃപ പെരുകേണ്ടതിന് പാപം ചെയ്യണം എന്നോ ഒരു നാളും അല്ല. സ്വാഭാവികമായിട്ടൊരു ചോദ്യം ഉണ്ടാവും, നമ്മൾ പാപം ചെയ്യുമ്പോൾ കർത്താവിന് കൃപയാണല്ലോ നമ്മുടെ മണ്ടയ്ക്ക് എന്ത് ചെയ്യുന്നത്, വരുന്നത് അല്ലേ? ഉദാഹരണം പറയാം, നാളെ ഞാനൊരു പാപം ചെയ്തു, കൃപയാൽ കർത്താവ് എന്നോട് എന്ത് ചെയ്യുക, ക്ഷമിക്കുക. അപ്പം ഞാൻ നാളെ 2 പാപം ചെയ്തു. അപ്പം ഇപ്പോൾ കൃപ ഒരു യൂണിറ്റ് ഉണ്ടെങ്കിൽ നമ്മളങ്ങ് മനസ്സിലാക്കാൻ വെക്കാം. അപ്പോൾ സനോയുടെ മണ്ടയ്ക്ക് എന്ത് ഇട്ടു, 2 യൂണിറ്റ് കൃപ ഇട്ടു. ഞാൻ 10 പാപം ചെയ്തപ്പോൾ എൻ്റെ മണ്ടയ്ക്ക് എത്ര യൂണിറ്റ് ഇട്ടു? അപ്പോൾ കൃപ പെരുകേണ്ടതിന് ഞാൻ പാപം ചെയ്താൽ കൃപ പെരുകുമോ എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ചിന്തയല്ലേ, സ്വാഭാവികമായിട്ടുള്ള ചിന്ത. അപ്പം കൃപ പെരുകേണ്ടതിന് പാപം ചെയ്യണമെന്നാണോ? അതല്ല എന്ന് നമുക്ക് ഇപ്പം പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. നീതീകരണമൊക്കെ പറഞ്ഞ് താഴോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇപ്പം ഇത്ര മനസ്സിലാക്കുക, അങ്ങനെ അല്ല എന്ന് പൗലോസ് പറയുക, ഞങ്ങൾ അങ്ങനെ പറയുന്നു എന്ന് ചിലർ ഞങ്ങളെ ദുഷിച്ചു പറയുന്നുവല്ലോ, ഇവർക്ക് വരുന്ന ശിക്ഷാവധി നീതിയുള്ളത് തന്നെ. എന്നിട്ട് പൗലോസ് അപ്പം പറഞ്ഞു, ഇപ്പം നോക്കി, യഹൂദന്മാർ ഇത്ര ആർഗ്യുമെന്റ് പറഞ്ഞുകൊണ്ട് വരുവാണല്ലോ. പൗലോസ് പറയുക അങ്ങനെയൊന്നും അല്ല, അങ്ങനെ ചെയ്യുകയും ചെയ്യരുത്, അവർക്ക് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ അതിന് ശിക്ഷാവധി ഉണ്ടെന്ന് പൗലോസ് പറഞ്ഞു. എന്നിട്ട് പൗലോസ് പറയുക, ആകയാൽ എന്ത്, നമുക്ക് വിശേഷതയുണ്ടോ? അശേഷം ഇല്ല. നോക്കിയ മേളിൽ പറയാ, യഹൂദന്മാരപ്പം ചോദിക്കുക, മേളിലൊരുത്തം ചോദിക്കുക, അപ്പം നീ പറയുന്ന യഹൂദന് ഒരു വിശേഷത ഇല്ലെന്നാണോ? ഇപ്പോൾ പൗലോസ് പറയാം, അങ്ങനല്ല, യഹൂദന് വിശേഷതയുണ്ട്, ദൈവം നീതിമാനാണ്, അതുകൊണ്ട് വാഗ്ദത്തം ചെയ്ത ദൈവം നീതിമാനാണ്. പക്ഷേ അങ്ങനെ വന്നാലും സംഭവിക്കുന്നത് എന്താണ്? ദൈവം സത്യവാനും ബാക്കി എല്ലാവരും ഭോഷ്ക് പറഞ്ഞു എന്നുവേ വരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ട് വീണ്ടും താഴെ വന്ന് പൗലോസ് ഒന്നുകൂടെ സ്ഥാപിക്കുക, ആകയാൽ എന്ത്, നമുക്ക് പൗലോസ് യഹൂദനല്ലേ, അപ്പം പൗലോസ് ചോദിക്കുക നമുക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? എന്നിട്ട് പറയാം എന്താ, അശേഷം ഇല്ല എന്ന് പറയുക. എന്നിട്ട് പറയുന്നു, യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴാകുന്നു എന്ന് നാം മുമ്പേ തെളിയിച്ചുവല്ലോ. നോക്കിയേ പൗലോസ്. എന്നിട്ട് ഇവിടം കൊണ്ട് പൗലോസ് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് പറയുക, നമുക്ക് എന്തില്ല, ഒരു പ്രത്യേകതയില്ല. പിന്നെ യവനന്മാരുടെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ. ഇപ്പോൾ യഹൂദനും യവനനും എല്ലാവരും പാപികളാണെന്ന് നമ്മൾ എന്ത് ചെയ്തു, ഓൾറെഡി തെളിയിച്ചു കഴിഞ്ഞു എന്ന് പൗലോസ് എന്ത് ചെയ്യുക, ഇവിടെ പറയുക. എന്നിട്ട് താഴോട്ട് 10 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങൾ പൗലോസ് ന്യായപ്രമാണത്തിലെ പല പോർഷൻസിൽ നിന്ന് കോട്ട്, ഇതിനെ റബൈറ്റ് റൈറ്റിംഗ് എന്നാണ് ഈ ഒരു സ്റ്റൈലിനെ പറയുന്നത്. അതായത് യഹൂദ റബിമാർ എഴുതുമ്പം യഹൂദന്മാരറിയാവില്ല, അവർ ന്യായപ്രമാണത്തിൻ്റെ മണ്ടയ്ക്കാണ് അവരങ്ങ് പ്രശംസിക്കുന്നത്. അപ്പോൾ അവർ ഈ ആധികാരികത കാണിക്കാൻ വേണ്ടി ഇവരെന്ത് ചെയ്യും, ന്യായപ്രമാണത്തിൽ നിന്ന് ഇങ്ങനെ അവിടുന്ന് ഇവിടുന്ന് എല്ലാം എടുത്ത് കോട്ട് ചെയ്ത് എഴുതുന്ന ഒരു സ്റ്റൈലുണ്ട് ഈ റബൈറ്റ് റൈറ്റിങ്ങിൽ. അപ്പോൾ പൗലോസ് യഹൂദനായതുകൊണ്ടും ഗമാലിയേലിൻ്റെ സ്റ്റുഡൻ്റ് ആയതുകൊണ്ടൊക്കെ തന്നെ പൗലോസ് എന്താണ്, ഇങ്ങനത്തെ മെത്തേഡ്സിലൊക്കെ വളരെ അഗ്രഗണ്യനാണ്. അപ്പോൾ പൗലോസ് ഇവിടെ ഇത്രയും പറഞ്ഞു വെച്ചിട്ട് യഹൂദന്മാർ പ്രൈഡായിട്ട് നിൽക്കുന്ന എന്തിലാ, ഞങ്ങൾക്ക് എന്തുണ്ടെന്നാ, ന്യായപ്രമാണം ഉണ്ടെന്നുള്ളതാ. ആ ന്യായപ്രമാണത്തിൽ നിന്ന് തന്നെ യെശയ്യാ പ്രവചനത്തിൽ നിന്നും സങ്കീർത്തനങ്ങളിൽ നിന്നുമൊക്കെ പൗലോസ് എന്ത് ചെയ്യുക, കോട്ട് ചെയ്യുക. പൗലോസ് തൊട്ടുമുകളിൽ എന്താ പറഞ്ഞു നിർത്തിയേ, എല്ലാവരും
പാപികളാണെന്ന് പറഞ്ഞു നിർത്തി. അത് പൗലോസ് അങ്ങ് പറയവല്ല, നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ ഇത് തന്നെ പറയുന്നതെന്ന് പൗലോസ് താഴോട്ട് എന്ത് ചെയ്യുക, സ്ഥാപിക്കുക. ആ വാക്ക് ഞാൻ ഇച്ചിരി പെട്ടെന്ന് പറഞ്ഞു. നമുക്ക് ആ വാക്കുകൾക്കകത്തിൽ ഒരു ഓർഡർ പൗലോസ് കൊടുത്തിട്ടുണ്ട്. അത് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് താഴോട്ട് പോയാൽ മതി. നോക്കി, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനും ഇല്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു, നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലും ഇല്ല. ഇത് ഇത്രയും എന്താണ് സങ്കീർത്തനങ്ങളിൽ നിന്നാണ് കോട്ട് ചെയ്യുന്നത്. എന്നിട്ട് യെശയ്യാവിലോട്ട് പോവാണ്. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, നാവുകൊണ്ട് അവർ ചതിക്കുന്നു, സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴെയുണ്ട്, അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു, അവരുടെ കാൽ രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു, നാശവും അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ട്, സമാധാന മാർഗം അവരറിഞ്ഞിട്ടില്ല, അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല എന്നിങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പൗലോസ് പറയുക. അപ്പം നോക്കിയേ, നമ്മൾ ഈ കാൽവിനിസ്റ്റിക് വ്യൂവിലൊക്കെ അവർ പറയുന്ന ഒരു വാക്കുണ്ട്, ടോട്ടൽ ഡിപ്രാവിറ്റി എന്നുള്ളൊരു വാക്ക് അവർ യൂസ് ചെയ്യും. പൗലോസ് അതേ ആശയം ഇവിടെ കൊണ്ടുവന്നിട്ട് പറയുകയാണ്, എന്ത്, നിങ്ങൾ അടിമുടി നോക്കിയേ, പൗലോസ് ഇവിടെ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ സെൻസസിനെ എടുത്ത് കാണിക്കുകയാണ്. അതായത് നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ എന്താണ് പാപികളാണ്, നിങ്ങളുടെ വഴികളിൽ നിങ്ങൾ എന്താണ് പാപികളാണ്, നിങ്ങളുടെ വാക്കുകളിൽ നിങ്ങൾ എന്താണ് പാപികളാണ്, നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ എന്താണ് പാപികളാണ്. ഇങ്ങനെ എല്ലാ സെൻസും എടുത്ത് പൗലോസ് എന്ത് ചെയ്യുക, ഇങ്ങനെ പറയാം, നിങ്ങൾ ഓരോന്നിലും നിങ്ങൾ എന്താണ് പാപികൾ. ആ ഓർഡർ മാത്രം ശ്രദ്ധിച്ചു നോക്കി. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനില്ല. അപ്പം നോക്കി, ചിന്ത കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു, പാപം ചെയ്തു. നിങ്ങൾ ഗ്രഹിക്കാനേ എന്ത് ചെയ്തില്ല, കൂട്ടാക്കിയില്ല. ദൈവത്തെ അന്വേഷിക്കുന്നവനും ഇല്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു, നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. അവരുടെ തൊണ്ട എന്താണ്, തുറന്ന ശവക്കുഴി. നോക്കി, അവരപ്പോൾ എന്ത് ചെയ്തു, വാക്കുകൊണ്ട് അവർ ചിന്ത കൊണ്ട് എന്ത് ചെയ്തു, പാപം ചെയ്തു. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, നാവുകൊണ്ട് അവർ എന്ത് ചെയ്യുന്നു, ചതിക്കുന്നു, സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴെയുണ്ട്, അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ ചിന്ത കൊണ്ട് അവർ പാപം ചെയ്തു, നാവ് കൊണ്ട് അവർ പാപം ചെയ്തു. അടുത്തത് പറയുന്ന നോക്കി, അവരുടെ കാൽ രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു, അവരുടെ വഴികളിൽ എന്തായിരുന്നു, പാപമായിരുന്നു. അപ്പോൾ അവരുടെ ചിന്തകൾ പാപങ്ങൾ, അവർ ചിന്ത കൊണ്ട് അവർ പാപം ചെയ്തു, അവരുടെ നാവ് കൊണ്ട് അവരെന്ത് ചെയ്തു, പാപം ചെയ്തു, അവരുടെ വഴികളിൽ അവരെന്തായിരുന്നു, പാപമായിരുന്നു. നാശവും അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ട്, സമാധാന മാർഗം അവർ അറിഞ്ഞിട്ടില്ല, അവരുടെ ദൃഷ്ടിയിൽ എന്തില്ല, ദൈവഭയമില്ല. അപ്പോൾ അവരുടെ കണ്ണുകൊണ്ടും അവരെന്ത് ചെയ്തു, പാവം ചെയ്യും. അപ്പം ടോട്ടൽ ഡിപ്രാവിറ്റി പൗലോസ് എന്ത് ചെയ്യുകയാണ്, ഇവിടെ എടുത്ത് കാണിച്ചിട്ട് പറയുക, അടിമുടി നീ എന്താണ്, പാപിയാണ്. ഇതിൽ കൂടുതൽ അവരുടെ പൗലോസ് പറയുന്ന ആർഗ്യുമെൻ്റ് ഒന്നും അല്ല ഇത്. പൗലോസിൻ്റെ ആർഗ്യുമെൻ്റ് പറഞ്ഞ് പൗലോസ് മേളിൽ പ്രൂവ് ചെയ്തിട്ട് താഴെ പൗലോസ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ന്യായപ്രമാണത്തിൽ നിന്ന് തന്നെ കോട്ട് ചെയ്തെടുത്ത് വെച്ചിട്ട് പറയുക, ഇനി ഞാൻ എന്താണ് പറയേണ്ടതെന്ന് പറഞ്ഞിട്ട് പൗലോസ് അവിടെ അരക്കിട്ട് ഉറപ്പിക്കുന്നു. ഇതുവരെ എല്ലാം ക്ലിയർ ആണല്ലോ, മനസ്സിലായല്ലോ? ഓക്കെ. എന്നിട്ട് പൗലോസ് പറയുക, ന്യായപ്രമാണം പറയുന്നതെല്ലാം ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരോട് പ്രസ്താവിക്കുന്നു എന്ന് നാം അറിയുന്നു. അങ്ങനെ ഏതു വായും അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതത്രേ. അപ്പം നോക്കിക്കേ, യഹൂദന്മാർ ഈ ന്യായപ്രമാണമാണല്ലോ ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് എന്തുണ്ട്, ന്യായപ്രമാണം ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ എന്തോ സ്പെഷ്യലാണെന്ന് പറയുക. പൗലോസ് ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പാപിയാണെന്ന് പ്രൂവ് ചെയ്തിട്ട് പറയുക, ന്യായപ്രമാണം ഇതൊക്കെയാണ് പറയുന്നത്, അതുകൊണ്ട് ഇത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ആരാണ്, ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല, കാരണം നിങ്ങൾ ഇതിലെല്ലാം പാപികളാണ്. പക്ഷെ ന്യായപ്രമാണം പറയുന്നത് ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരോടാണ്. അതുകൊണ്ട് ന്യായപ്രമാണം നിന്നെ എന്ത് ചെയ്യത്തില്ല, സേവ് ചെയ്യത്തില്ല, ബിക്കോസ് യു ആർ നോ മോർ അണ്ടർ അല്ലോ, നീ ന്യായപ്രമാണത്തിനും തെറ്റിപ്പോയവനാണ്. അപ്പോൾ അതുകൊണ്ട് പറയുക, അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യണം, പൗലോസ് പറയുക, അങ്ങനെ ഏതു വായും അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതത്രേ. മറ്റേവന് ന്യായപ്രമാണം ഇല്ല, അതുകൊണ്ട് അവനൊന്നും പറയാനില്ല. ഇവന് ന്യായപ്രമാണം ഉണ്ട്, അത് പറയാൻ നിൽക്കുക. പൗലോസ് മേളി ഇത് എടുത്തു പറഞ്ഞിട്ട് പറയുക, ഈ പറയുന്നതൊക്കെ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരോടാണ് ന്യായപ്രമാണം ബാധകമായിട്ടിരിക്കുന്നത്. നീ ഇതെല്ലാം തെറ്റിപ്പോയവൻ, അതുകൊണ്ട് നിനക്ക് ന്യായപ്രമാണം ആപ്ലിക്കബിളേ അല്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ വായും ദൈവസന്നിധിയിൽ അടഞ്ഞിരിക്കും, ശിക്ഷായോഗ്യവും ആണെന്ന് പൗലോസ് പറയുകയാണ്. അപ്പം ഇനി യഹൂദന് ന്യായപ്രമാണം ഉണ്ടെന്നുള്ള പ്രശംസ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് യഹൂദന് വീക്കലായിട്ട് എന്താണ്, ശിക്ഷ യോഗ്യരാണ്. നോക്കിയേ, ഏതു വായും അടഞ്ഞ് സർവ്വലോകവും, യഹൂദനും യവനനൊന്നും ഇല്ല, എല്ലാവരും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതത്രേ. അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. നോക്കിക്കേ, ഇത്രയും പറഞ്ഞ് ഇവിടെ വരെ കൊണ്ടുവന്നിട്ട് പൗലോസ് നോക്കിക്കേ, പൗലോസിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം പ്രസൻറ്റ് ചെയ്യുക.
അപ്പോൾ യഹൂ ഇത്രയും നേരം പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും നീതി വേണം. ആർക്ക് വേണം? എല്ലാവർക്കും നീതി വേണം. അപ്പോൾ ആകെ ഒരു ഹോപ്പ് ആർക്കായിരുന്നു? യഹൂദനാണ്. ഞങ്ങൾക്ക് എന്തുണ്ട്? ന്യായപ്രമാണം ഉണ്ടെന്ന്. പൗലോസ് അതും പറഞ്ഞു വെച്ചിട്ട് പറയാ, ന്യായപ്രമാണമൊക്കെ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവനോടാണ്. പക്ഷെ നീ എന്താണ്? നിന്റെ വഴികളിൽ നേരില്ല, നീ അതരം കൊണ്ട് പാപം ചെയ്തു, നീ അടപടലം ഭാവിയാണ്. അപ്പം നീ ന്യായപ്രമാണത്തിൻ്റെ ഹോപ്പ് നിനക്ക് ആപ്ലിക്കബിൾ അല്ല. അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും ദൈവസന്നിധിയിൽ എന്താണ്? ശിക്ഷായോഗ്യരാണ്. അപ്പോൾ അതുകൊണ്ട് പൗലോസ് പറയുക, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് ഒരു ജഡവും ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടത്തില്ല. നോക്കി, ഏറ്റവും വലിയ പ്രോബ്ലം കൊണ്ട് പ്രസൻറ്റ് ചെയ്യുക. ആരെങ്കിലും വിചാരിച്ചിട്ടിരിക്കുകയാണ് ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ കൊണ്ട് നല്ലത് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യാം? ദൈവം കാരണം അങ്ങനെയാണ് വിധിക്കുന്നത്. മേളിൽ പൗലോസ് പറഞ്ഞു ഓർക്കുന്നില്ലേ? ദൈവം നല്ലത് ചെയ്തവനെ എന്ത് ചെയ്യും? നല്ലതായിട്ടും പന്നൽ ചെയ്തവനെ പന്നലായിട്ടും വിധിക്കും. ആ വിധിയുടെ മുന്നിലാണ് നമ്മളെല്ലാവരും പോയി എന്ത് ചെയ്യാൻ പോകുന്നേ? നിൽക്കാൻ പോകുന്നേ. അപ്പം നമ്മൾ എന്തുകൊണ്ട് പോവാ? നല്ലത് ചെയ്തിട്ട് നമ്മുടെ നല്ലത് കൊണ്ട് ചെല്ലുക, എന്ത് നല്ലതായിട്ട് വിധിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ പൗലോസ് പറഞ്ഞു, നിന്റെ എല്ലാ പ്രവൃത്തി എന്താണ്? പാപം നിറഞ്ഞതാണെന്നും നിന്റെ പ്രവൃത്തി കൊണ്ട് ഒരു കാര്യവുമില്ലെന്നും ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് നിനക്ക് ഒരു കാര്യവുമില്ലെന്നും പറഞ്ഞിട്ട് പൗലോസ് പറയുക, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് അതുകൊണ്ട് ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നീതീകരിക്കപ്പെടാൻ പറ്റത്തില്ല. അപ്പം നോക്കി, വലിയൊരു പ്രശ്നമായില്ലേ? അപ്പോൾ ഒരാൾ സ്വാഭാവികമായിട്ടും ചോദിക്കുകയാണ്, അപ്പം ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയും കൊണ്ട് അപ്പോൾ ഒരു കാര്യവും ഇല്ലെന്ന് ചോദിക്കുമ്പോൾ, ന്യായപ്രമാണം കൊണ്ട് ഒരു കാര്യമില്ലോ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ മറുപടി സ്വാഭാവികമായിട്ടും ചോദിക്കത്തില്ലേ? ന്യായപ്രമാണം കൊണ്ട് ഒരു ജഡവും നീതീകരിക്കത്തില്ലെന്ന് പറയുമ്പോൾ അടുത്ത ചോദ്യം എന്താ? അപ്പം ഇനി ന്യായപ്രമാണമൊക്കെ എന്തിനാ തന്നേന്ന് അല്ലേ? അപ്പം അതിൻ്റെ ആൻസർ അടുത്ത വാക്കി പൗലോസ് പറയാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ന്യായപ്രമാണം കൊണ്ട് പാപത്തിൻ്റെ പരിജ്ഞാനം വരും. എന്തുകൊണ്ട്? ന്യായപ്രമാണം കൊണ്ട്. ഇപ്പം ഞാനന്ന് ഏബലിൻ്റെ ഹെൽമെറ്റ് വെക്കുന്ന ഉദാഹരണം പറഞ്ഞ ഓർമ്മയുണ്ടോ? ഏബലിന് ന്യായപ്രമാണം ഇല്ല, ഏബലിന് നിയമം അറിയത്തില്ല, ഹെൽമെറ്റ് വെക്കണമെന്നുള്ള നിയമം അറിയത്തില്ല. പക്ഷേ ഏബലിൻ്റെ ഹൃദയത്തിലുണ്ട്, ഇത് വെച്ചില്ലെങ്കിൽ തല പൊട്ടും, തലയ്ക്ക് സേഫ്റ്റി എന്നുള്ള ബോധമെല്ലാം ഏബലിൻ്റെയിലുണ്ട്. ന്യായപ്രമാണം ഉള്ളവനാകെയുള്ള ഗുണം എന്താ? എനിക്ക് കൃത്യമായിട്ടറിയാം മറ്റേ ബൈലോയിലെ ഏത് സെക്ഷനിലെ എത്രാമത്തെ ഇത് വെച്ചിട്ടാണ് ഇത് തെറ്റാകുന്നതെന്നും ഇതിന് എത്ര രൂപ ഫൈൻ അടിക്കാമെന്നും ഒക്കെ എനിക്ക് അറിയാം. എൻ്റെ കയ്യിൽ എന്തുണ്ട്? ന്യായപ്രമാണമുണ്ട്. പക്ഷേ ഇത് അറിയാവുന്നത് കൊണ്ട് എനിക്കിത് സേവ് ആകുന്നുണ്ടോ? എനിക്കിത് അറിയാവുന്നുള്ളത് കൊണ്ട് എനിക്ക് ആകെയുള്ള ഗുണം എന്താണ്? ഇത് നിയമപ്രകാരം തെറ്റാണെന്നുള്ള ബോധം എനിക്കുണ്ടാവും. അപ്പം ന്യായപ്രമാണം കൊടുത്തത് കൊണ്ട് ആകെ ഉണ്ടാകുന്ന എന്താണ്? പാപത്തിൻ്റെ പരിജ്ഞാനം ഉണ്ടായി, ബോധം ഉണ്ടായി. അതായത് ഒരു പ്രാവശ്യം അവൻ കൊല ചെയ്തപ്പം അവന് മനസ്സിലായി മറ്റേവൻ്റെ ഉള്ളിലുണ്ട് പരിജ്ഞാനം. ന്യായപ്രമാണം ഉള്ളവന് കുറച്ചുകൂടെ ബോധമായി, IPC സെക്ഷൻ 202 പ്രകാരം ഞാനൊരു പാപിയാണെന്നുള്ള ബോധം ഉണ്ടായി. ഈ പരിജ്ഞാനം ഉണ്ടായി ന്യായപ്രമാണം കൊണ്ട്. അല്ലാതെ ന്യായപ്രമാണത്തിന് എന്നെ രക്ഷിക്കാൻ പറ്റുമോ? ഇപ്പം ഞാൻ ഹെൽമെറ്റ് വെക്കാതെ പോയി പോലീസ് എന്നെ പിടിച്ചു. അപ്പം ഞാൻ പോലീസിനോട് പറയുക, സാറേ എൻ്റെ കയ്യിൽ എന്തുണ്ട്? നിയമമുണ്ട്, എനിക്ക് ഏത് സെക്ഷൻ ആണെന്ന് അറിയാം, എത്ര രൂപ ഫൈൻ അടിക്കുമെന്നും അറിയാം. കാര്യമുണ്ടോ? അതുകൊണ്ട് ഞാൻ ശിക്ഷയിൽ നിന്ന് നീതീകരിക്കപ്പെടുന്നു? ഇല്ല. സ്റ്റിൽ ഞാൻ എന്താണ്? പാപി തന്നെയാണ്, കുറ്റവാളിയാണ്. അപ്പോൾ പൗലോസ് പറയുക, ന്യായപ്രമാണം കൊണ്ട് ആകെ ഉണ്ടായ ഗുണം നിനക്ക് എന്തുണ്ടായി? പാപത്തിൻ്റെ പരിജ്ഞാനം ഉണ്ടായി എന്നല്ലാതെ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നീതീകരിക്കപ്പെടാൻ പറ്റത്തില്ല. അപ്പം നോക്കി, ഒരു വലിയ പ്രോബ്ലത്തിൻ്റെ മുന്നിൽ വന്ന് നമ്മൾ നിൽക്കുക. ഇത്രയും കാലം ഇവർ വിചാരിച്ചുകൊണ്ടിരുന്ന എന്താണ്? നല്ലത് ചെയ്താൽ, കാരണം ദൈവം വിധിക്കുന്നത് എങ്ങനെയാ? നല്ലത് ചെയ്യുന്നവനെ നല്ലത് വെച്ച് വിധിക്കും, പന്നൽ ചെയ്യുന്നവനെ പന്നലും വിധിക്കും. അപ്പോൾ ആൾക്കാർ ഇങ്ങനെ നല്ലത് ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുക. എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം? നല്ലത് ചെയ്ത് നീതീകരിക്കപ്പെടണം. പക്ഷെ ഇപ്പോൾ ഏറ്റവും വലിയ പ്രോബ്ലം വന്നേക്കുന്നത് എന്താ? ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നീതീകരിക്കപ്പെടാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനെന്ത് വേണം? ഒരു സൊല്യൂഷൻ വേണം. നമ്മളിവിടെ നിർത്തണോ അതോ അടുത്ത തുടരണോ? അല്ല, അത് ഇത് കഴിഞ്ഞിട്ടാണ്. ഇത് കുറച്ചുകൂടെ പാം. ഓക്കെ ആണോ? അടുത്ത കാര്യമല്ലോ, ബോറടിക്കുന്നില്ലല്ലോ. നമുക്കെന്നാ ബാക്കിയും കൂടെ. ഇത് ഇനിയുള്ളത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ. ബോറടിക്കുന്നോ? ഓക്കെ, ബാക്കി ഒരു കുറച്ചുകൂടെ നമുക്ക് പോകാം. നോക്കാം, ദൈവം അനുവദിച്ചാൽ നമുക്ക് ഈ 3-ാം അധ്യായം അങ്ങ് തീർക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് മറ്റേ അപ്പോളജിസ്റ്റിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നോക്കി, അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികൾ ഒരു ജഡവും അവൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. എന്നിട്ട് പൗലോസ് നോക്കി ദ ഗ്രേറ്റസ്റ്റ് സൊല്യൂഷൻ പ്രസൻറ്റ് ചെയ്യുക. എന്താണ് ആ സൊല്യൂഷൻ? ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും
യേശു ക്രിസ്തുവെങ്കിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ അയ്യോ, ഒരു മരുഭൂമിയിൽ ഒരു മഴ പെയ്ത ഫീലിംഗ് ഉണ്ടോ ആർക്കെങ്കിലും? അങ്ങനെ നോക്കി, എനിക്ക് ആ വാക്യം വായിക്കുമ്പോൾ തന്നെ മനസ്സിനകത്തോട്ട് ഇങ്ങനെ വെള്ളം കോരി ഒഴിക്കുന്ന പോലത്തെ ഫീലാണ്. നോക്കി, ഇത്രയും നേരം പറഞ്ഞു വെച്ചിട്ട് നിങ്ങളുടെ ഒരു പ്രവൃത്തി കൊണ്ടും നിങ്ങൾക്ക് നീതീകരിക്കപ്പെടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പൗലോസ് കൊണ്ടുപോയിട്ട് നോക്കി, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ വാക്കുകളെ ഫ്രേസ് ചെയ്തിരിക്കുന്നത് ചോദിക്കുന്നത്. ഇപ്പോഴോ ആ വാക്ക് ശ്രദ്ധിച്ചോ? ഇത്രയും നാളും നമ്മുടെ പ്രശ്നം എന്തായിരുന്നു? നമുക്കൊരു സൊല്യൂഷൻ ഇല്ലാതിരിക്കുക. പക്ഷെ പൗലോസ് പറയുക, എന്നാൽ ഇപ്പോഴെന്തുണ്ട്? എന്നിട്ട് ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. അപ്പൊ നോക്കി, ഇപ്പൊ ഇത്രയും നേരം പൗലോസ് പറഞ്ഞ എന്താണ്? ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷത്തിൽ എന്തുണ്ട്? ദൈവത്തിന്റെ നീതിയുണ്ട്. ആ നീതി നിങ്ങൾക്ക് എന്ത് വേണം? അപ്പൊ ആരെങ്കിലും ചോദിക്കുക, ഞങ്ങൾക്ക് എന്തിനാ നീതി എന്ന് ചോദിച്ചാലാണ് നിങ്ങൾക്ക് നീതി എന്തിനാണെന്ന് പറഞ്ഞു വെച്ചത്. അപ്പം അവർ നീതി എങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച മെത്തേഡുകളെല്ലാം തെറ്റാണെന്ന് പൗലോസ് എന്ത് ചെയ്തു? പ്രൂവ് ചെയ്തു. എന്നിട്ട് പൗലോസ് ഇവിടെ പറയുക, പക്ഷേ ഇപ്പോഴെന്തുണ്ട്? ദൈവത്തിൻ്റെ നീതി, അതും യേശുക്രിസ്തുവിലെ ദൈവത്തിലെ നീതി എന്ത് കൂടാതെ വെളിപ്പെട്ട് വരുന്നു? വിശ്വാസത്താൽ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെടും. ആ ഓരോ വാക്കുകൾക്കും എന്തുണ്ട്? ഒരു 1000 കിലോയുടെ കട്ടിയെടുത്ത് തലയിൽ വെക്കുന്നതിൻ്റെ അത്രയും പവറുണ്ട്. ആ വാക്കുകൾ നോക്കി, 21-ാമത്തെ വാക്യം, ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിങ്കലെ വിശ്വാസത്താലുള്ള ദൈവനീതി ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. നോക്കി, പൗലോസ് പറയുക, ഇത് ഞാൻ പറയുന്നതല്ല. പൗലോസ് പറയാം, ഞാൻ പുതിയൊരു ആശയം, ചിലർ ക്രിസ്ത്യാനിറ്റി അങ്ങനെ വിളിക്കുന്നുണ്ട്, പൗലോസ് ഉണ്ടാക്കിയ ആശയമാണ് ക്രിസ്ത്യാനിറ്റി എന്നുള്ള ഒരു വലിയ തലത്തിലെ ഉള്ള ഒരു ആർഗ്യുമെന്റ് ഉണ്ട് ക്രിസ്ത്യാനിറ്റിക്ക് എതിരായിട്ട്. അങ്ങനെ പറയുന്നവരുണ്ട്. പോൾ ഉണ്ടാക്കിയതാണ് എന്ത്? ക്രിസ്ത്യൻ ആശയം എന്നുള്ള കാരണം പോളാണല്ലോ ഏറ്റവും കൂടുതൽ ലേഖനങ്ങൾ എഴുതിയതും കാനനൈസ് ചെയ്യപ്പെട്ടതും ഒക്കെ ഉള്ളതും. പക്ഷേ പൗലോസ് പറയും, ഇത് ഞാൻ കൊണ്ടുവരുന്ന എന്തല്ല, ആശയമല്ല. ന്യായപ്രമാണവും പ്രവാചകന്മാരും പറഞ്ഞത് എന്ത് തന്നെ? ഇത് തന്നെ. യെശയ്യാവിൻ്റെ പ്രവചനം എടുത്ത് കണ്ണു തുറന്നൊന്ന് വായിച്ചാൽ യേശുക്രിസ്തുവിനെ അല്ലാതെ വേറൊന്നും അവിടെ കാണാൻ കഴിയില്ല. പ്രത്യേകിച്ച് 50-ാമത്തെ അധ്യായം തൊട്ട് അങ്ങോട്ട് മുഴുവൻ മസിഹായിക്ക് പ്രവചനങ്ങളാണ്. അതിൻ്റെ അകത്തിൽ കൃപയാലുള്ള നീതീകരണമൊക്കെ വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട്. നമ്മളിന്ന് വായിച്ച ദാവീദൊക്കെ പറഞ്ഞിട്ടുള്ള കൃപയാലുള്ള വിശ്വാസത്താലുള്ള നീതീകരണം, ഹനനയാകവും ഹോമയാകവും നീ ഇച്ഛിച്ചിട്ടില്ല, ഇല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് എന്തില്ല? പ്രസാദവുമില്ല. ദൈവമേ, നീ പ്രസാദിക്കുന്ന എന്തിലാണ്? നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ. ഇത് ആര് പറഞ്ഞതാ? ഇത് യേശുക്രിസ്തുവിന് എത്ര വർഷങ്ങൾക്ക്, എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദാവീദ് പറഞ്ഞതാണ്. അപ്പോൾ പൗലോസ് പറയും, ഇത് ഞാൻ പറയുന്ന ആശയമൊന്നും അല്ല. പൗലോസ് പറയുകയാണ്, ഇത് പ്രവാചകന്മാരും ന്യായപ്രമാണവും ഒക്കെ പറഞ്ഞ എന്താണ്? ഇത് തന്നെയാണ് പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ഇപ്പോഴും ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. അപ്പം നോക്കി, ഇനി ന്യായപ്രമാണത്തിൻ്റെ ആവശ്യം എന്തില്ല? നീതീകരണത്തിന് എന്തില്ല? ന്യായപ്രമാണത്തിൻ്റെ കൂട്ട് ആവശ്യമില്ല. വിശ്വാസത്താൽ, യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ ദൈവത്തിൻ്റെ നീതി എന്ത് ചെയ്തു? വെളിപ്പെട്ട് വന്നു. ആ വെളിപ്പെട്ട് വന്നതിന് ആര് സാക്ഷ്യം പറയുന്നു? പ്രവാചകന്മാരും ന്യായപ്രമാണവും ഒക്കെ എന്താണ്? അത് തന്നെയാണ് പറയുന്നത്. ഒരു വ്യത്യാസവുമില്ല. നോക്കിയേ, എൻ്റെയർ ബൈബിളിൻ്റെ ഉപദേശം, ഈ ബൈബിളിൻ്റെ മുഴുവൻ ആശയമുണ്ടല്ലോ, 2 വാക്യങ്ങളിൽ ചുരുക്കിയാൽ ഈ 23-24 വാക്യം, റോമാലേഖനം 3-ാം അധ്യായം 23-24 വാക്യം നിങ്ങൾ കാണാതെ പഠിച്ചാൽ മുഴുവൻ ബൈബിളും നിങ്ങൾ കാണാതെ പഠിച്ചു. നമ്മൾ ഇതുവരെ പഠിച്ചതും ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്നതും, 23 ഇതുവരെ പഠിച്ചതും 24 ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്നതുമാണ്. മുഴുവൻ ആശയങ്ങൾ ഈ അടുത്ത 2 വാക്യങ്ങളിൽ എന്തുണ്ട്? എഴുതി വെച്ചിട്ടുണ്ട്. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. അവൻ്റെ കൃപയാൽ യേശുക്രിസ്തുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രയേ നീതീകരിക്കപ്പെടുന്നത്. ഈ 2 വാക്യങ്ങളിലുണ്ട് കംപ്ലീറ്റ് ബൈബിളുമുണ്ട്. നമ്മൾ ഇതുവരെ പഠിച്ചതും ഇനി മൊത്തം റോമാലേഖനം ഇതിൻ്റെ അകത്തുണ്ട്.
കംപ്ലീറ്റ് ബൈബിളും എന്തുണ്ട്? ഈ രണ്ട് വാക്യങ്ങളകത്തുണ്ട്. എന്താണ്? ഒരു വ്യത്യാസവും ഇല്ല. എല്ലാവരും എന്താണ്? പാപികളാണ്. അവൻ്റെ കൃപയാൽ യേശുക്രിസ്തുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി എത്രയും നീതീകരിക്കപ്പെടുന്നത്. ഇത് തന്നെയാണ് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുമുള്ള ഇതിൻ്റെ കംപ്ലീറ്റ് ആശയങ്ങളും ഇത് തന്നെയാണ്. നിങ്ങളൊരു പാപികളാണെന്നും യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ കൃപയാൽ സൗജന്യമായിട്ടാണ് എന്ത്? നീതിയിലെ സാൽവേഷൻ എന്നും ആണ് പഠിപ്പിക്കുന്നത്. അപ്പം നോക്കി 23-ാം വാക്യത്തിന് നമുക്ക് എന്തില്ല, വലിയ എക്സ്പ്ലനേഷൻ വേണ്ട. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് എന്ത് ചെയ്തു? ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. 24-ാം വാക്യം നോക്കി, അതുകൊണ്ട് എന്തുണ്ടായി? അവൻ്റെ കൃപയാൽ യേശുക്രിസ്തുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രേ നീതീകരിക്കപ്പെടുന്നത്. അതിലെ ഓരോ വാക്കും നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുന്ന സ്വഭാവമൊക്കെ ഉള്ളവരാണെങ്കിൽ ഓരോന്നും നിങ്ങൾക്ക് ഇങ്ങനെ വരച്ചിടാം. ഏതൊക്കെയാണ്? ഡോക്ട്രിൻ ഓഫ് സാൽവേഷൻ 24-ാം വാക്യത്തിനകത്ത് മൊത്തം കിടപ്പുണ്ട്. ഏതൊക്കെയാണ് വാക്കുകളെ എന്ന് എണ്ണി പറഞ്ഞു നോക്കി. ഒന്ന്, അവൻ്റെ കൃപയാൽ. അപ്പോൾ ഒന്നാമത്തെ വാക്ക് എന്താണ്? കൃപയാൽ. രണ്ടാമത്തെ എന്താണ്? യേശുക്രിസ്തുവിലെ വീണ്ടെടുപ്പ് മൂലം. മൂന്നാമത്തെ എന്താണ്? സൗജന്യമായി അത്രേ. നാലാമത്തെ എന്താണ്? നീതീകരിക്കപ്പെടുന്നത്. അപ്പോൾ നോക്കി, കൃപയാൽ യേശുക്രിസ്തുവിൽ സൗജന്യമായിട്ടാണ് നീതീകരിക്കപ്പെടുന്നത്. ഇത്രയുമാണ് ഡോക്ട്രിൻ ഓഫ് സാൽവേഷൻ പറയുന്നത് അല്ലേ? എന്താണ് പറയുന്നത്? ക്രൈസ്റ്റ് അലോൺ, ഫെയ്ത്ത് അലോൺ, ഗ്രേസ് അലോൺ. ഇത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ സൗജന്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? വീണ്ടെടുത്തിരിക്കുന്നത്. ആ വാക്കുകൾ ഓരോന്നും എടുത്ത് നോക്കി. അപ്പം നോക്കി, മേളിൽ പറയുകയാണ് ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും എന്ത് ചെയ്തു? പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടമായി. എന്നിട്ട് പൗലോസ് പറയുക, അങ്ങനെ നഷ്ടമായി തീർന്നത് കൊണ്ട് ദൈവം എന്ത് ചെയ്തു? അവരോട് കൃപ കാണിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ യേശുക്രിസ്തുവിലെ വീണ്ടെടുപ്പ് മൂലം. ആ വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. തൊട്ടടുത്ത വാക്കും ഇപ്പുറത്തെ വാക്കും തമ്മിൽ ഭയങ്കര കോൺട്രാഡിക്റ്റിങ്ങാണ്. നോക്കിക്കേ, യേശുക്രിസ്തുവിലെ എന്ത് മൂലം? വീണ്ടെടുപ്പ് മൂലം. തൊട്ടടുത്ത വാക്യം എന്താണ്? സൗജന്യമായിട്ട്. ഇത് തമ്മിലുള്ള കോൺട്രാഡിക്റ്റിംഗ് നേച്ചർ കണ്ടോ? വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ എന്തല്ല? സൗജന്യമല്ല. ഇപ്പോൾ സനോയി ഒരാളുടെ അടിമയാണെന്ന് വിചാരിക്കുക. ഞാൻ സനോയിയെ വീണ്ടെടുക്കുന്നത് വെറുതെ പോയിട്ട് നീ ഇങ്ങ് വാടാൻ മോനെ എന്ന് പറഞ്ഞാൽ അത് വീണ്ടെടുപ്പാവുന്നില്ല. സനോയിയെ വീണ്ടെടുക്കുകയാണെന്ന് പറഞ്ഞാൽ ഒരു അടിമയ്ക്ക് കൊടുക്കേണ്ടുന്ന യജമാനിട്ടിരിക്കുന്ന എന്തുണ്ട്? ഒരു കോസ്റ്റ് ഉണ്ട്. ആ കോസ്റ്റ് ഞാൻ പേ ചെയ്ത് സനോയിയുടെ മണ്ടയ്ക്ക് എന്തൊക്കെ ലയബിലിറ്റി ഉണ്ടോ അതെല്ലാം പേ ഓഫ് ചെയ്തിട്ട് സനോയിയെ ഞാൻ തിരിച്ചെടുക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്ത്? വീണ്ടെടുക്കുന്നത്. അപ്പം നോക്കി, സാൽവേഷൻ, ആ രണ്ട് വാക്യങ്ങൾ തമ്മിലുള്ള അന്തരവും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ആ വീണ്ടെടുപ്പ് എവിടെ നടന്നു? യേശുക്രിസ്തുവിലെ വീണ്ടെടുപ്പ് മൂലം. തൊട്ടടുത്ത വാക്യം നോക്കി, സൗജന്യമായി എത്രയും നീതീകരിക്കപ്പെടുന്നത്. അപ്പോൾ നീതീകരിക്കപ്പെടുക എന്ന് പറയുന്നത് എന്തല്ലായിരുന്നു? സൗജന്യമായിട്ടുള്ളൊരു പ്രോസസ്സ് അല്ലായിരുന്നു. എന്നെ നീതീകരിക്കപ്പെടുക എന്ന് ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നെ നീതീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? ദൈവ കോടതിയുടെ മുന്നിൽ നിജു പോയി നിൽക്കുക. അപ്പം എനിക്കെതിരെയുള്ള ചാർജ് ഷീറ്റ് കൊണ്ടുവരും. എന്താണ് എൻ്റെ ചാർജ് ഷീറ്റ്? നിജു ഒരു അധമ പാപിയാണ്. പാപത്തിൻ്റെ ശമ്പളം എന്താണ്? മരണം. അപ്പം നിജു എന്തിന് യോഗ്യനാണ്? മരണയോഗ്യനാണ്. അപ്പം എന്നെ നീതീകരിക്കണമെങ്കിൽ, ഇനി എന്നെ വെറുതെ വിടണമെന്നുണ്ടെങ്കിൽ എൻ്റെ മേളിലുള്ള ഞാൻ ചെയ്ത തെറ്റിൻ്റെ പരിഹാരമായിട്ടുള്ളത് എന്താണ്? മരണമാണ്. അപ്പോൾ ആരെങ്കിലും ആ മരണം പേ ഓഫ് ചെയ്തെങ്കിലേ എന്നെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അത് സൗജന്യമല്ല, അതിൻ്റെ പെനാൽറ്റി മരണം അവിടെ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുക. മനസ്സിലായോ? പക്ഷേ യേശുക്രിസ്തുവിലെ എന്തുണ്ട്? വീണ്ടെടുപ്പുണ്ട്. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ച് ഞാൻ മരിക്കേണ്ട മരണം യേശുക്രിസ്തു എന്ത് ചെയ്തു? എനിക്ക് വേണ്ടിയിട്ട് മരിച്ചു. അങ്ങനെ എന്ത് ചെയ്ത്? എന്നെ വീണ്ടെടുത്തു. അതുകൊണ്ട് എനിക്കിതെങ്ങനെ കിട്ടി? സൗജന്യമായിട്ട് കിട്ടി. ആ മരണം ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇച്ചിരി കൺഫ്യൂഷൻ. ഞാൻ കുറച്ചുകൂടെ ലൈറ്റായിട്ട് പറയാം. ഇപ്പോൾ ഏബൽ ഹെൽമെറ്റ് വെക്കാതെ പോയല്ലോ. ഹെൽമെറ്റ് വെക്കാതെ പോകുന്നതിൻ്റെ പിഴ എത്ര രൂപയാണ്? 1000 രൂപയാണ്. അപ്പോൾ ഏബൽ കോടതിയുടെ മുന്നിൽ പോയി നിൽക്കുക. അപ്പോൾ ഏബലിനെ ഇനി നീതീകരിക്കണമെങ്കിൽ എന്ത് വേണം? 1000 രൂപയാണ് അവിടെ കൊടുക്കേണ്ടത്. ഏബലിൻ്റെ കൊടുക്കാൻ എന്തില്ല? 1000 രൂപയില്ല. അപ്പം ഞാൻ ചെന്നിട്ട് എന്ത് ചെയ്തു? 1000 രൂപ കോടതിയിൽ കെട്ടിവെച്ചു. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഏബലിനെ വീണ്ടെടുത്തു. എന്നിട്ട് ഏബലിൻ്റെ കോടതി ചെന്നപ്പം പറയുകയാണ്, ഞാൻ കോടതിയിൽ ജഡ്ജി എടുത്ത് നോക്കുമ്പോൾ പറയുകയാണ്, നിജു ഓൾറെഡി എന്ത് ചെയ്തു? ഏബലിൻ്റെ 1000 രൂപ അടച്ചിട്ടുണ്ട്.
അപ്പോൾ ഏബലിന് കിട്ടുന്ന അതിന് ജഡ്ജി പറയുക നീ ഫ്രീ ആ പൊക്കോളാൻ പറയുക. ഏബലിനെ ആ നീതീകരിച്ചത് ഫ്രീ ആയിട്ടാണെങ്കിലും അതിൻ്റെ പേയ്മെൻറ്റ്, അതിൻ്റെ പെനാൽറ്റി എന്തുണ്ടായിരുന്നു, കൊടുക്കണമായിരുന്നു. അത് യേശുക്രിസ്തു എന്ത് ചെയ്തു, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് കാൽവരി കൊടുത്തു. മനസ്സിലായോ? അപ്പം ഇവിടെ പറയുന്നു, എനിക്ക് ആ ഓരോ വാക്കിൻ്റെയും പിന്നിലെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? കൃപയാൽ. അതെന്തുകൊണ്ടാണ്? അതാ ഇനി അടുത്ത പോയിന്റ്. ഇനി ഒരു വാക്കൂടെ ബാക്കിലോട്ട് പോയേ. അവൻ്റെ എന്തുകൊണ്ടാണ് അത് ചെയ്തത്? കൃപയാൽ. അപ്പം എന്തിനാണ് ഏബലിപ്പം $1000 ഏബലിന് എന്ത് ചെയ്യണം? കോടതിയിൽ അടയ്ക്കണം. ഒന്നും ഉണ്ടായിട്ടല്ല. ഏബൽ എനിക്കൊന്നും ചെയ്യുന്നില്ല. എനിക്ക് വഴി കൂടെ നടന്നു പോയപ്പോൾ ഏബലിനെ കണ്ടിട്ട് അങ്ങ് തോന്നി അങ്ങ് ചെയ്യണമെന്ന്. അതിൻ്റെ അകത്ത് ഏബലിന് എന്തില്ല? ഒരു റോളും ഇല്ല. എനിക്ക് ഏബലിനോട് എന്ത് തോന്നി? കൃപ തോന്നി. കൃപ തോന്നിയത് കൊണ്ട് എന്തുണ്ടായി? വീണ്ടെടുപ്പുണ്ടായി. വീണ്ടെടുപ്പ് ഉണ്ടായത് കൊണ്ട് എന്തുണ്ടായി? സൗജന്യമായിട്ട് നീതീകരണം ഉണ്ടായി. ആ പ്രോസസ്സ് മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ഓരോരുത്തരും നീതീകരിക്കപ്പെട്ടത് ഇങ്ങനെ. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. കർത്താവ് എന്നോട് കൃപ തോന്നി. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ റോമാലേഖനത്തിൻ്റെ പറയുന്നുണ്ട്, എനിക്ക് കരുണ തോന്നേണ്ടതിനോട് ആ സിമ്പിൾ ആസ് ദാറ്റ്. എനിക്കറിയത്തില്ല എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എന്നെ എന്തിനാണ് കർത്താവ് തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ ഓണസ്റ്റ്ലി എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ഗ്ലോറിഫിക്കേഷൻ നടക്കുന്നത് വരെയും എനിക്കതറിയത്തില്ല. അന്നേരം ഒരു പക്ഷേ എനിക്കറിയാമായിരിക്കും ഞാൻ വിചാരിക്കുന്നു. എനിക്കറിയില്ല. എന്നോട് കർത്താവിന് എന്ത് തോന്നി? കൃപ തോന്നി. നമ്മളോട് ഓരോരുത്തരോടും കർത്താവിന് എന്ത് തോന്നി? കൃപ തോന്നി. അതുകൊണ്ട് എന്ത് ചെയ്തു? നമ്മളെ യേശുക്രിസ്തുവിൽ എന്ത് ചെയ്തു? വീണ്ടെടുത്തു. വീണ്ടെടുത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്തു? സൗജന്യമായിട്ട് നീതീകരണം തന്നു. അപ്പം നമ്മൾ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നത് കൊണ്ട് ഇത് വിലയില്ലാത്ത പ്രോസസ്സാണെന്ന് എന്ത് ചെയ്യരുത്? വിചാരിക്കരുത്. ഇപ്പം നമ്മൾ ഈ സാൽവേഷൻ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് അറിയാമോ? ഈ പണ്ടൊക്കെ മിഷണറിമാർ ഈ കനിത്തൊഴിലാളികളുടെ ഒക്കെ അടുത്ത് ചെന്നിട്ട് സുവിശേഷമൊക്കെ പറയുമ്പോൾ ഈ കനിത്തൊഴിലാളികളൊക്കെ അറിയാമല്ലോ, അവർ കനിയിലൊക്കെ ഇറങ്ങി ചെന്നിട്ട് അണ്ടർഗ്രൗണ്ടിലൊക്കെ കിലോമീറ്റേഴ്സ് ഇറങ്ങി ചെന്നിട്ട് അവർ വെളിച്ചം പോലും കാണാതെ ഹാർഡ് ഏൺ ചെയ്താലാണ് അവർക്ക് വൈകുന്നേരം എന്ത് കിട്ടുന്നത്. അന്ന് യൂണിയനൈസ്ഡ് ഒന്നും അല്ല. ഈവൻ ഞങ്ങൾ ഈ റീസെൻ്റ്ലി ന്യൂ ഫൗണ്ട്ലാൻഡ് പോയപ്പോൾ ഇതേപോലത്തെ ഒരു കനി പോയി കണ്ടു. അന്ന് യൂണിയനൈസ്ഡ് ഒന്നും അല്ല. അന്നത്തെ ഒരു പേച്ചക്ക് ഞങ്ങൾ കണ്ടത് 36 സെൻറ്റിൻ്റെയാണ്. മേ ബി അന്നത്തെ 36 സെൻറ്റിന് വാല്യൂ ഉണ്ടായിരിക്കാം. ബട്ട് സ്റ്റിൽ അവരുടെ കഷ്ടപ്പാടിനനുസരിച്ചിട്ട് അവർക്ക് എന്ത് കിട്ടുന്നില്ല? ഒന്നും കിട്ടുന്നില്ല. ഇങ്ങനെ കഷ്ടപ്പെടുന്ന ആൾക്കാരോട് മിഷണറിമാർ പോയിട്ട് സുവിശേഷം പറയുമ്പോൾ നിങ്ങളൊന്നും ചെയ്യണ്ട, ഫ്രീ ആയിട്ട് നീതീകരിക്കപ്പെടുമെന്ന് പറയുമ്പോൾ അവർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ എന്താണ് പാടാ. അവർ ചോദിക്കുന്നത് അതെങ്ങനെ സംഭവിക്കുന്നേ, ഫ്രീ ആയിട്ട് ഇതെങ്ങനെ സംഭവിക്കുന്നതെന്നാണ് എല്ലാവരുടെയും ചോദ്യം. പക്ഷെ ഇത് ഫ്രീ അല്ല. ഇത് എനിക്ക് കൃപയാൽ എന്നോട് ഇത് ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് എനിക്ക് തന്നേ ഉള്ളൂ. ഇതിൻ്റെ പിന്നിൽ എന്തുണ്ട്? ഒരു വീണ്ടെടുപ്പ് ഉണ്ടായിരുന്നു. ആ വീണ്ടെടുപ്പ് ക്രൂശിൽ യേശുക്രിസ്തു എന്ത് ചെയ്തു? നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു. അപ്പം നോക്കിക്കേ, കൃപയാൽ യേശുക്രിസ്തുവിൽ കൂടെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി നമ്മളെ നീതീകരിച്ചു. മനസ്സിലായല്ലോ? അപ്പോൾ ഏബൽ ഹെൽമെറ്റ് വെക്കാതെ പോയിട്ട് ഏബലിന് ഫ്രീ ആയിട്ട് കോടതിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റിയത് മനസ്സിലായല്ലോ. പുറകെ കൂടെ ഞാൻ പോയിട്ട് എന്ത് ചെയ്തു? ഏബലിൻ്റെ $1000 ഫൈൻ ഞാൻ അടച്ചു. എനിക്ക് ഏബലിനെ നേരത്തെ അറിയത്തില്ല, ഏബലിന് എന്നെ അറിയത്തില്ല. എനിക്കറിയാമായിരിക്കും, പക്ഷേ ഏബലിന് എന്നെ അറിയത്തില്ല. ഞാൻ എന്ത് ചെയ്തു? എനിക്ക് ഏബലിനോട് അങ്ങ് കരുണ തോന്നി. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ കോൺസെപ്റ്റിൽ പറയുമ്പോൾ എനിക്കറിയത്തില്ല. നമ്മളെയൊക്കെ എന്തിനാണ് തിരഞ്ഞെടുത്തതെന്ന് നമുക്ക് അറിയത്തില്ല. ഒറ്റ വാക്കേ ഉള്ളൂ, ആശ്ചര്യമേ ഇത് ആരാൽ വർണ്ണിച്ചിടാം, കൃപയെ 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 കൃപയെ. അതല്ലാതെ ഇതിന് വേറൊരു മറുപടി ഇല്ല. അപ്പം നോക്കി, കൃപയാൽ യേശുക്രിസ്തുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനുമാക്കേണ്ടതിന് ഇക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ തന്നെ അങ്ങനെ ചെയ്തത്. അപ്പം നോക്കി, അടുത്തൊരു പ്രോബ്ലം വരിക. നമ്മളിപ്പം പറഞ്ഞില്ലേ, ഈ കണിത്തൊഴിലാളികളുടെ അടുത്ത് പോയിട്ട് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ ചോദിക്കത്തില്ല, അതെങ്ങനെ ഫ്രീ ആയിട്ട് രക്ഷിക്കാൻ പറ്റുന്നേ, അതങ്ങനെ ഫ്രീ ആയിട്ട് ഒരാളെ രക്ഷിക്കാൻ പറ്റുന്നെന്ന്. ഇപ്പോൾ ഇതൊക്കെ നമുക്കിത് കുറച്ചുകൂടെ ഇതിൻ്റെ ഒരു ആഴം മനസ്സിലാവാത്തതെന്ന് പറഞ്ഞാൽ, ഇത് ശരിക്കും അന്നത്തെ ഒരു അടിമയോട് പോയിട്ട് നമ്മൾ സാൽവേഷൻ പ്രസംഗിച്ചു നോക്കി, അവർക്കറിയാം വീണ്ടെടുപ്പിൻ്റെ വില എന്താണെന്ന് അവർക്കറിയാം. മനസ്സിലായോ? നമ്മൾ ഈ അമിത സ്വാതന്ത്ര്യം ആസ്വദിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം നമുക്കുള്ളത് കൊണ്ട് നമുക്കിതിൻ്റെ വില മനസ്സിലാവത്തില്ല.
നേരെ മറിച്ച് അന്നത്തെ ഒരു അടിമയോട് പോയിട്ട് സാൽവേഷൻ പ്രസംഗിച്ചാൽ അവൻ അറിയാൻ വീണ്ടെടുപ്പിൻ്റെ വില എന്താണെന്നും എങ്ങനെയാണ് എന്നെ ഫ്രീ ചെയ്യാൻ പറ്റുന്നതെന്നും ഒക്കെ ഉള്ള എൻ്റെ ആഴം അവർക്ക് എന്ത് ചെയ്യാൻ വേണം. ഈ കനുത്തൊഴിലാളിയുടെ അടുത്ത് പോയ മിഷണറിമാർക്കും സെയിം പ്രോബ്ലമാണ്. കാരണം അവർക്കറിയാം എത്ര പണി എടുത്താലാണ് അവർക്ക് ഒരു നേരത്തെ ആഹാരം കിട്ടുന്നതെന്നറിയാം. അപ്പോൾ സൗജന്യമായുള്ള നീതീകരണം പ്രസംഗിക്കുമ്പോൾ അവർക്ക് എന്താണ് ഉൾക്കൊള്ളാൻ പാടാണ്. അപ്പം ഇവിടെ നോക്കിയേ പൗലോസ് അതേ പ്രശ്നം ഇവിടെ എന്ത് ചെയ്യുകയാണ്, പ്രസൻറ്റ് ചെയ്യുകയാണ്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം എന്ത് ചെയ്യണം, പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തി. അപ്പം നോക്കിയേ, യേശുക്രിസ്തുവിൽ എന്തുണ്ട്, വിശ്വാസത്താൽ എന്തുണ്ട്, നീതീകരണമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം ഉണ്ടാവും എല്ലാ കാര്യത്തിലും. നമ്മൾ നോക്കി റോമാലേഖനം പഠിച്ചു തുടങ്ങിയ ഓർമ്മയുണ്ടോ, ദൈവം എന്താണ്, നീതിമാനായ ദൈവമാണല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ നോക്കിയ ദൈവനീതിയുടെ കോടതിയുടെ ഫ്രണ്ടിൽ പോയി നിൽക്കുകയാണേ. അപ്പം എൻ്റെ മണ്ടയ്ക്കുള്ള ചാർജ് ഷീറ്റ് കൊണ്ടുവന്നു, നിജു എന്താണ്, പാപിയാണ്, പാപത്തിൻ്റെ ശമ്പളം എന്താണ്, മരണമാണ്. അപ്പം ഞാൻ എന്താണ്, മരണയോഗ്യനാണല്ലേ. പക്ഷേ അട്ടിമറിച്ചുകൊണ്ട് ദൈവം എന്ത് ചെയ്യുകയാണ്, പറയുകയാണ് നിജു എന്താണ്, നീതിമാനാണെന്ന് പറയുകയാണ്. അപ്പം സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം അവിടെ ഉണ്ടാകും, ഇതാരാണ് ഇതിന് പ്രായശ്ചിത്തം കൊടുത്തത്? എൻ്റെ മരണം എന്നുള്ള പ്രായശ്ചിത്തം ഉണ്ടല്ലോ, ഇതാരാണ് ഇപ്പം ഇവനെ ഏബലിനെ കോടതി പറയുക, കേസ് എടുത്ത് നോക്കിയിട്ട് പറയുക, ആഹാ ഏബൽ പൊക്കോളാൻ പറയുക, നീതിമാനാണെന്ന് പറയുക. അപ്പോൾ കണ്ടു നിൽക്കുന്നവർ ചോദിക്കത്തില്ലേ, എടാ ഇതാരാണ്, ഇവനെ എങ്ങനെയാണ് വെറുതെ നീതിമാനാണെന്ന് പറയാൻ പറ്റുന്നതെന്ന് ഈ ചോദ്യം എന്ത് ചെയ്യും, ഉണ്ടാവും. പൗലോസ് പറയുകയാണ്, നോക്കി ഇതിനു വേണ്ടിയിട്ടാണ് പ്രായശ്ചിത്തമാകുവാൻ ദൈവം എന്ത് ചെയ്ത് അവനെ പരസ്യമായിട്ട് കാൽവറി മരക്കുരിശിൽ നോക്കി നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ കർത്താവ് പരസ്യമായിട്ട് അത് നോക്കിയ മണിക്കൂറുകൾ കർത്താവ് ക്രൂശിൽ കടന്നു. അതുവഴി പോയ കച്ചവടക്കാരുൾപ്പെടെ അതുവഴി പോയവരെല്ലാം എന്ത് ചെയ്തു, ഇത് കണ്ടു. അപ്പോൾ ആരെങ്കിലും ഇനി ചോദിക്കുക, എങ്ങനെയാണ് നിജുവിനെ സ്വതന്ത്രമാക്കാൻ നിജുവിൻ്റെ പ്രായശ്ചിത്തം ആരാ കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ മറുപടി കാണിച്ചു കൊടുക്കുകയാണ് ദൈവം. എന്ത് ചെയ്യുക, കാണിച്ചു കൊടുക്കുകയാണ് അതിൻ്റെ പ്രായശ്ചിത്തം വേണ്ടി ക്രൂശിൽ എൻ്റെ മോൻ എന്ത് ചെയ്തു, ഏറ്റെടുത്തായിരുന്നു. അപ്പം നോക്കിയാൽ ദൈവിക കോടതിയുടെ നീതിയുടെ മുന്നിൽ ഞാൻ പോയി നിൽക്കുമ്പം, ഞാൻ നീതീകരണത്തിനായിട്ട് നിൽക്കുമ്പം ദൈവം വെറുതെ അങ്ങ് ചെയ്തിട്ട് പറയല്ല, എന്താണ് ഞാൻ നീതീകരിച്ചു എന്ന് പറയല്ല, ദൈവം എന്ത് ചെയ്തു, കാണിച്ചു കൊടുത്തു. അതിനു വേണ്ടിയിട്ടാണ് പരസ്യമായിട്ടല്ലേ. ദൈവത്തിന് വേണമെങ്കിൽ വന്നിട്ട് ആരും അറിയാതെ രഹസ്യമായിട്ടങ്ങ് യാഗം കഴിച്ച് നീതിയായിട്ട് പോയാൽ പോരായിരുന്നു എന്ന് ആൾക്കാർക്ക് ചോദിക്കാമല്ലേ. പക്ഷേ എന്തുകൊണ്ടാണ് അത് പരസ്യമായിട്ട് റോമൻ ഗവൺമെൻറ് പോലൊരു പവർഫുള്ളായിട്ടുള്ള ഗവൺമെൻറ്റിനെ അവിടെ കൊണ്ടുവന്ന് അവരെ ഇൻവോൾവ് ചെയ്യിച്ച് ഇതൊരു ചരിത്രത്തിൻ്റെ ഭാഗമായി വെച്ചത്? 2000 വർഷങ്ങൾക്ക് ഇപ്പുറവും നമ്മളോട് ഒരാൾ ചോദിക്കുമ്പോൾ നമുക്ക് പറയാം, പരസ്യമായിട്ട് കാൽവറിയുടെ ഗിരിമുകളിൽ നമ്മുടെ കർത്താവ് എന്ത് ചെയ്തു, 3 ആണികൾ തൂങ്ങി കിടന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഇതിൻ്റെ എന്നെ ഇന്ന് ഫ്രീ ആയിട്ട് നീതീകരിക്കുന്നതിൻ്റെ പ്രായശ്ചിത്തമായി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം എന്ത് ചെയ്തത്, അതിനെ പ്രദർശിപ്പിച്ചത്. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് പൗലോസ് അടുത്ത വാക്കി. താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനുമാകേണ്ടതിന് ഇക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ തന്നെ അങ്ങനെ ചെയ്തത്. അപ്പം പ്രായശ്ചിത്തം കൊടുക്കാതെ ഫ്രീ ആയിട്ട് വിടുകയാണെന്നുണ്ടെങ്കിൽ ദൈവം എന്തല്ല, നീതിമാനല്ല. ഏബല് കോടതി പോയി നിൽക്കുമ്പം വെറുതെ കോടതി ജഡ്ജിക്ക് അങ്ങ് സഹതാപം തോന്നിയിട്ട് വെറുതെ പറയാം നീ പൊക്കോളാം മോനെ എന്ന് പറഞ്ഞാൽ ജഡ്ജി എന്തല്ല, നീതിമാനല്ല. കാരണം നിയമത്തിൻ്റെ കണ്ണിൽ എന്ത് വേണം, ജഡ്ജിക്ക് അത് പറയണമെങ്കിൽ 1000 രൂപ ഒരാൾ പെനാൽറ്റി കൊടുത്തേ ഒക്കത്തുള്ളൂ. മനസ്സിലായോ? അപ്പം യേശുക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് വിശ്വാസത്താൽ നീതീകരണം കൊടുക്കാൻ ദൈവം നീതിമാനായിട്ടിരിക്കണമെങ്കിൽ എന്ത് വേണം, പ്രായശ്ചിത്തം ഓൾറെഡി ഒരാൾ പേ ചെയ്തു എന്ത് ചെയ്യണം, പ്രദർശിപ്പിക്കണം. അപ്പോൾ ആൾക്കാരോടെല്ലാം അത് പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം എന്ത് ചെയ്യുന്നത്, കാൽവറിയുടെ ഗിരിമുകളിൽ തൻ്റെ ഏകജാതനെ യാഗമായിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഉയർത്തിയത്. ഇപ്പം മനസ്സിലാവുന്നുണ്ടോ? മറ്റേ മരുഭൂമിയിൽ ടൈപ്പോ എന്തിനാണ് സർപ്പത്തെ ഉയർത്തുമ്പം ഉയർത്തുക എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസും അതിലേക്ക് നോക്കുക എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസും ഒക്കെ മനസ്സിലാകുന്നുണ്ടോ? ഇക്കാലത്ത് ദൈവത്തിൻ്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലേ. അപ്പോൾ ആരെങ്കിലും നമ്മളോട് ചോദിക്കും അതെങ്ങനെയാണ് നീതീകരണം ഫ്രീ ആയിട്ട് സംഭവിക്കുന്നത്, അത് ഫ്രീ ആണോ ചോദിക്കുമ്പോൾ ആണോ, അല്ല, ഇതിനൊരു വീണ്ടെടുപ്പ് ഉണ്ടായിരുന്നു. അത് യേശുക്രിസ്തുവിലെ വീണ്ടെടുപ്പായിരുന്നു. ആ വീണ്ടെടുപ്പ് നടന്നത് 2000 വർഷങ്ങൾക്ക് മുമ്പ് എന്താണ്, കാൽവറിയുടെ ഗിരിമുകളിൽ ആ നീതിയെ ദൈവം പ്രദർശിപ്പിച്ചതാണ് എന്ന് കർത്താവ് പൗലോസ് എന്ത് ചെയ്യുകയാണ് ഇവിടെ ഓർമ്മിപ്പിക്കുക. തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ തന്നെ അങ്ങനെ ചെയ്തത്. ആകയാൽ അടുത്ത വാക്യം ശ്രദ്ധിച്ച്, ആകയാൽ പ്രശംസ എവിടെ, അത് പോയി ഏതു മാർഗത്താൽ, കർമ്മമാർഗത്താലോ അല്ല, വിശ്വാസമാർഗത്താൽ അത്രേ. അപ്പം നോക്കി,
യഹൂദന്മാരിങ്ങനെ പ്രൈഡ് പറഞ്ഞുകൊണ്ടിരിക്കുക, ഞങ്ങൾ ദൈവത്തിൻ്റെ കോടതിയുടെ മുന്നിൽ ചെല്ലുമ്പോൾ എന്തുണ്ട്, ഞങ്ങൾ നല്ല പ്രവൃത്തിയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുക. അപ്പോൾ എല്ലാവരും എയിം ചെയ്യുന്നത് എന്താണ്? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഏബലിനെ എടുത്താൽ, ഏബലിന് അറിയാം 22-ാം തീയതി ഏബലിൻ്റെ വിധിയാണെന്നറിയാം. അപ്പോൾ ഏബൽ വീട്ടിൽ പോയിട്ട് ChatGPT-യിലൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ പോയിന്റ്സ് ഒക്കെ പഠിച്ചു വെച്ചിരിക്കുകയാണ്. വളവിന് മുമ്പ് വരെ ഞാൻ ഹെൽമെറ്റ് വെച്ചായിരുന്നു, അപ്പം തലയിൽ മറ്റേ തലവേദന എടുത്തത് കൊണ്ടാണ് ഹെൽമെറ്റ് മാറ്റിയത്. ഇങ്ങനെ ഇത് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനെ, അവൻ എൻ്റെ സില്ലടൻ കല്യാണം കഴിഞ്ഞ സമയത്ത് തന്നെ ആയിരുന്നു അവൻ്റെ കല്യാണം, 2-3 ദിവസത്തിൻ്റെ വ്യത്യാസമുള്ളൂ. ഞങ്ങൾ പോയായിരുന്നു, നമ്മുടെ കഴിഞ്ഞിട്ടായിരുന്നു. ജെയ്സൺ എന്നാണ് എൻ്റെ പേര്. അപ്പോൾ അവൻ്റെ വൈഫ് ഈ പറഞ്ഞ പോലെ എന്താ പറയണ്ടേ, പുള്ളിക്കാരി അങ്ങനെ കള്ളമൊന്നും പറയത്തില്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പം ജെയ്സൺ ഹെൽമെറ്റ് വെക്കാതെ ഇവർ കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ പോലീസ് പിടിച്ചു. അപ്പോൾ പോലീസ് പിടിച്ചിട്ട് ജെയ്സൺ ഇങ്ങനെ പറഞ്ഞു വരികയാണ്, സാറേ എനിക്ക് ഹെൽമെറ്റ് വെച്ചാൽ തലയ്ക്ക് എന്തോ അസുഖം ഉണ്ടെന്ന് നോക്കി, ഇവൻ ഈ നേഴ്സൂടെ ആയതുകൊണ്ട് എന്തോ വലിയ അസുഖത്തിൻ്റെ പേരൊക്കെ പറഞ്ഞ് SI ഒന്ന് വീണ് വരികയായിരുന്നു. അപ്പം ബായിക്കുന്ന അവൻ്റെ ചുമ്മാതാ സാറേ വെറുതെ എന്ന് പറഞ്ഞ പോലെ നോക്കി ഇവിടെ ഏബൽ ഇങ്ങനെ ഏബലിൻ്റെ ബുദ്ധി കൊണ്ട് ഇങ്ങനെ പോയിൻ്റൊക്കെ ആലോചിച്ചിരിക്കുക. വളവ് വരെ വെച്ചായിരുന്നു, കുറച്ച് നേരം വെക്കാതുള്ളൂ. ഇതൊക്കെ പോയിൻ്റൊക്കെ ആലോചിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, വെക്കുക. പക്ഷെ നോക്കി ഏബൽ ഇവിടെ വന്നപ്പോൾ ഏബലിൻ്റെ പെനാൽറ്റി എന്ത് ചെയ്തു, ഞാൻ ഓൾറെഡി പേ ചെയ്തു. അപ്പോൾ ഏബൽ അവിടെ ഒന്ന് വാദിച്ച് ജയിക്കുകയാണെങ്കിൽ ഏബലിനെ പ്രശംസിപ്പാൻ എന്തുണ്ട്, വകയുണ്ട്. ഏബലിന് പറയാൻ ഞാൻ ലോ പോയിൻ്റൊക്കെ പഠിച്ചിട്ട് ഞാൻ അല്ലേ. അപ്പം നീതീകരിക്കപ്പെടുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഞാൻ നന്നായിട്ട് ജീവിച്ചാണ് ഞാൻ നീതീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ എറ്റേണലായിട്ട് എനിക്ക് എന്തുണ്ട്, പ്രശംസിപ്പാൻ എനിക്ക് വകയുണ്ട് അല്ലേ. ഇപ്പം സനോയി തള്ളപ്പെട്ടു, ഞാൻ എന്ത് ചെയ്തു, എറ്റേണിറ്റി കടന്നു, എനിക്ക് പിന്നെ ഫുൾ എറ്റേണിറ്റി എനിക്ക് പ്രശംസിപ്പാൻ വകയുണ്ട്. സനോയി മോശക്കാരനായിരുന്നു കേട്ടോ, പക്ഷേ ഞാൻ മാന്യമായിട്ടൊക്കെ ജീവിച്ചത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നടന്നു. അപ്പൊ സകല മഹത്വം എന്നിലേക്ക് തന്നെ വരികയാണല്ലേ. ഇതേ പ്രശ്നമാണ് ലൂസിഫറിനും പറ്റിയത്, മനസ്സിലായോ? ഇതേ പ്രശ്നമാണ് പരീശന്മാർക്ക് പറ്റിയത്. ഇതിനെയാണ് സ്വയനീതി എന്ന് പറയുന്നത്. എപ്പം ഞാൻ ദൈവത്തിലെ നീതിയിലെ ആശ്രയം വിട്ടിട്ട് എൻ്റെ പ്രവൃത്തികളിൽ നീതി കണ്ടെത്താൻ ശ്രമിക്കുന്നുവോ, ഇതിനെയാണ് സ്വയനീതി എന്ന് പറയുന്നത്. യേശു കർത്താവ് ഇതുപോലെ വെറുത്ത ഒരു പരിപാടിയില്ല. നോക്കി ഏബലിന് പോയിട്ട് പോയിൻ്റൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ ഏബൽ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണെങ്കിൽ പിന്നെ ഏബലിൻ്റെ അവസാനം വരെ ഏബലിന് പറയാൻ കഥയുണ്ട്, ഏബലിന് പ്രശംസിപ്പാൻ വഴിയുണ്ട്. ഞാൻ കാണാതെ പഠിച്ചു, ഞാൻ ചില പോയിന്റുകൾ കണ്ടെത്തി എന്നൊക്കെ നമുക്ക് പറയാമല്ലേ. പക്ഷേ ഇതേപോലെ യഹൂദന്മാർ ന്യായപ്രമാണം പിടിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ ന്യായപ്രമാണം അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സിനഗോഗിൽ പോകുന്നുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾ അത് ചെയ്യുന്നുണ്ട്, ന്യായപ്രമാണത്തിൽ ഇത് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് ഇതുകൊണ്ട് കാര്യമില്ല, നിങ്ങൾ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയിൽ നീതീകരിക്കപ്പെടത്തില്ലെന്ന് പറഞ്ഞിട്ട് യേശുക്രിസ്തുവിലൂടെയുള്ള നീതീകരണം പ്രസൻറ്റ് ചെയ്തിട്ട് പൗലോസ് ചോദിക്കുക, അതുകൊണ്ട് ഇനി പ്രശംസ എന്ത് ചെയ്തു, പോയി. ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലോ? കർമ്മമാർഗത്താൽ ആണെങ്കിൽ എന്തുണ്ട്, പ്രശംസിക്കാൻ വഴിയുണ്ട്. പക്ഷെ അല്ല, ഏത് മാർഗത്താലാണ്? വിശ്വാസ മാർഗത്താലാണെന്ന് പൗലോസ് പറയുകയാണ്. അല്ല, വിശ്വാസ മാർഗത്താൽ അത്രേ. അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. അതൊരു ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കാണ്. ഇംഗ്ലീഷിൽ എന്താ എഴുതിയിരിക്കുന്നത്, റെക്കൺ ആയിരിക്കും. Okay, for we maintain that a person is justified by faith apart from the works of the law. That 28 no? അല്ല, വായിച്ചു തുടങ്ങിയതൊന്ന് വായിച്ചേ ഒന്നുകൂടെ, അത് തന്നെ. Oh, okay. Where then is boasting? It is excluded because of what law? The law that requires works? No, because of the law that requires faith. For we maintain that a person for we maintain. ആ ട്രാൻസ്ലേഷൻ ഉപയോഗിച്ചിരിക്കുന്നത് മെയിൻറ്റെയിൻ. വേറെ ട്രാൻസ്ലേഷൻ ആരുടെയും കയ്യിലുണ്ടോ ഇംഗ്ലീഷ്? KJVO. വി കൺക്ലൂഡ്. നോക്കിയാൽ വി മെയിൻറ്റെയിൻ, വി കൺക്ലൂഡ്. ചില ട്രാൻസ്ലേഷനിൽ വി റെക്കൺ എഴുതിയിരിക്കുന്നത്. കൺക്ലൂഡ് നല്ലതാണ്, റെക്കൺ നമ്മൾ എണ്ണുന്നു എന്നത് നല്ലതാണ്. മലയാളത്തിലെ അനുമാനം എന്നുള്ളത് ഒരു തെറ്റായ പദമാണ്. അനുമാനത്തിനൊരു ഉറപ്പില്ല, ആ പദം തെറ്റാണ്. യഥാർത്ഥ മൂലഭാഷയിലും പല ഹീബ്രു ട്രാൻസ്ലേഷൻസ് ഞാൻ നോക്കിയിട്ടുണ്ട്, ഗ്രീക്ക് ട്രാൻസ്ലേഷൻസ് ഞാൻ നോക്കിയിട്ടുണ്ട്. അതിൻ്റെ അകത്തിലെല്ലാം ലൈക്ക് കൺക്ലൂഡ്, റെക്കൺ, ഞങ്ങൾ എണ്ണുന്നു, നമ്മളങ്ങനെ ഉറപ്പിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഈ അനുമാനം എന്നുള്ള മലയാള പദം തെറ്റാണ്. അതൊന്ന് തിരുത്തി ഞങ്ങൾ അങ്ങനെ എന്താണ് ഉറപ്പിക്കുന്നു എന്നോ എണ്ണുന്നു എന്നോ എഴുതാൻ ഒരു തെറ്റും ഇല്ല. അപ്പോൾ നോക്കിയാൽ പൗലോസ് ഇവിടെ എന്താണ് പറയുന്നത്, അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം ഉറപ്പിക്കുന്നു. അപ്പം നോക്കിയേ, ഇത്രയും പൗലോസ് പറഞ്ഞു വെച്ചല്ലേ. പൗലോസ് പറഞ്ഞു ഒരു കാര്യം, പൗലോസ് ഉറപ്പിച്ച് പറഞ്ഞു, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് എന്തില്ല, ആരും നീതീകരിക്കപ്പെടുന്നില്ല.
എന്നിട്ട് പൗലോസ് പറയാം യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ എന്തുണ്ട്? നീതീകരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ചോദിക്കുക അതെങ്ങനെയാണ് പറ്റുന്നതെന്ന് ചോദിച്ചാൽ പൗലോസ് പറയുക അത് പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം എന്ത് ചെയ്തത്? പരസ്യമായിട്ട് തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ക്രൂശിൽ എന്ത് ചെയ്തത്? യാഗമായിട്ട് അത് പരസ്യമായിട്ട് പ്രദർശിപ്പിച്ചത് അതിനു വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടി? യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ ന്യായപ്രമാണം കൂടാതെയുള്ള നീതീകരണത്തിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് പൗലോസ് പറയുക അതുകൊണ്ട് ഇനി പ്രശംസ ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. കാരണം നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പ്രശംസിപ്പാൻ എന്തില്ല? വകയില്ല. അതുകൊണ്ട് വിശ്വാസത്താലാണ് എന്ത് ചെയ്തത്? നീതീകരിക്കുന്നത് പറയുക. എന്നിട്ട് പൗലോസ് ഇവിടെ പറയുകയാണ് എന്ത്? അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ അപ്പം നമ്മൾ എന്ത് ചെയ്യുകയാണ്? ദെയർഫോർ വി കൺക്ലൂഡ് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൊണ്ടല്ല വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? കൺക്ലൂഡ് ചെയ്യുന്നു. ഇപ്പോൾ പൗലോസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ നിങ്ങളും കൺക്ലൂഡഡ് ആണോ? ആർക്കെങ്കിലും ഡൗട്ടുണ്ടോ? ആർക്കെങ്കിലും ഇതുവരെ ഉള്ളതിനകത്ത് എന്തെങ്കിലും ഡൗട്ടുണ്ടോ? എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മളും കൺക്ലൂഡ് ചെയ്യുന്നു പൗലോസിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? കൺക്ലൂഡ് ചെയ്യുന്നു ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലല്ല യേശു ക്രിസ്തുവിലെ വിശ്വാസത്താലാണ് എന്ത് ചെയ്യുന്നത്? യേശു ക്രിസ്തു വീണ്ടെടുത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു എന്ന് നമ്മളും ഉറപ്പിക്കുന്നു. അപ്പോൾ ചോദിക്കുക, അല്ല ദൈവം യഹൂദന്മാരുടെ ദൈവം മാത്രമോ ജാതികളുടെയും ദൈവമല്ലയോ? അതെ, ജാതികളുടെയും ദൈവമാകുന്നു. ദൈവം ഏകനല്ലോ? അവൻ വിശ്വാസം മൂലം പരിച്ഛേദനക്കാരെയും വിശ്വാസത്താൽ അഗ്രചർമ്മികളെയും നീതീകരിക്കുന്നു. അപ്പം നോക്കിക്കേ, ഇത്രയും പറഞ്ഞു വെച്ചപ്പം സ്വാഭാവികമായിട്ടൊരു ചോദ്യം ഉണ്ടാവും. ഈ ന്യായപ്രമാണം കൂടാതെ എന്നൊക്കെ എടുത്തു പറയുമ്പോൾ ഒരു ചോദ്യം ഉണ്ടാവും. ന്യായപ്രമാണം ഉണ്ടായിരുന്ന ആർക്കായിരുന്നു? യഹൂദന്മാർക്കാണ്. അപ്പം ന്യായപ്രമാണം കൂടാതെ നീതീകരിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാരുടെ ഒരു ചോദ്യം ഉണ്ടാവും, ഞങ്ങളുടെ കയ്യിലായിരുന്നല്ലോ ന്യായപ്രമാണം, അപ്പം ന്യായപ്രമാണം കൂടാതെ എന്ന് പറയുമ്പം നമ്മളെ ആയിരിക്കും എന്ത് ചെയ്യുന്നേ ഉദ്ദേശിക്കുന്നതെന്നൊരു ചോദ്യം വരും. അപ്പോൾ പൗലോസ് എടുത്തു പറയുക, ദൈവം യഹൂദൻ്റെ മാത്രം ദൈവമാണോ? അല്ല, ജാതികളുടെയും എന്താണ്? ദൈവമാണ്. അതുകൊണ്ട് ഇത് യഹൂദന്മാരുടെ മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണോ? അല്ല. അതുകൊണ്ട് ഇത് എന്താണ്? ജാതികൾക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണെന്ന് പൗലോസ് പറയാം. ഇതിനെപ്പറ്റിയിട്ട് വലിയ വിവാദങ്ങളും വലിയ പഠനങ്ങളും നടക്കുന്നുണ്ട് ഈ അടുത്ത വാക്യത്തെ പറ്റിയിട്ട്. ഏത് വാക്യമാണെന്നറിയാവും? അവൻ വിശ്വാസം മൂലം പരിച്ഛേദനക്കാരെയും വിശ്വാസത്താൽ അഗ്രചർമ്മികളെയും നീതീകരിക്കുന്നു. അപ്പോൾ ഈ രണ്ട് വാക്യമുണ്ടല്ലോ, വിശ്വാസം മൂലം വിശ്വാസത്താൽ, ബൈ ഗ്രേസ് ആൻഡ് ത്രൂ ഗ്രേസ്. അതായത് വിശ്വാസം മൂലം യഹൂദനെയും വിശ്വാസത്താൽ അഗ്രചർമ്മിയെന്ന് എന്ന് പറയുമ്പം ഈ രണ്ട് കാര്യങ്ങളെ ഉപയോഗിച്ച് ഈ രണ്ട് വാക്കുകളെ പിടിച്ചിട്ട് വളരെ ഡീറ്റെയിൽഡായിട്ടുള്ള പഠനങ്ങൾ ആൾക്കാർ നടത്തുന്നുണ്ട്. വലിയ ആഴത്തിൽ ഇറങ്ങിപ്പോയിട്ട്, അതായത് എന്തുകൊണ്ടാണ് വിശ്വാസം മൂലം യഹൂദനെയും വിശ്വാസത്താൽ ഇതിനെയും എന്നുള്ള വലിയ 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 പഠനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അത്ര ആഴത്തിലൊന്നും നമ്മൾ ഇറങ്ങണ്ട. ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നത് ഈ പൗലോസിൻ്റെ ഭാഷ ഈ ആക്ച്വലി മൂലഭാഷയിലെ പല എഴുത്തുകൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഭയങ്കര റൈമിംഗ് ആയിട്ടാണ് ഇവർ എഴുതി വെച്ചിരിക്കുന്നത്. ഈ ട്രാൻസ്ലേഷൻസിൽ അത് നഷ്ടപ്പെട്ടു പോയി. ഉദാഹരണം പറഞ്ഞ് ഉൽപ്പത്തിയിൽ നമ്മൾ 4 ലാമേക്ക് തൻ്റെ ഭാര്യമാരെ വിളിക്കത്തില്ല, ആരെയും സില്ലയുമായുള്ളവരെ വന്ന് കേൾപ്പി എന്ന് പറഞ്ഞിട്ട് പറയുന്നത് ആക്ച്വലി ഒരു പോയമാണ്. എനിക്ക് തോന്നുന്നു മനുഷ്യ ചരിത്രത്തിൽ ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടു എന്നല്ല, കാരണം അതിനു മുമ്പ് ഈജിപ്ഷ്യൻ സിവിലൈസേഷനിലൊക്കെ ഒരുപാട് കവിതകളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് പറയപ്പെട്ട ഒരു കവിത ഒരു പക്ഷേ അതായിരിക്കാം. ഭയങ്കര പോയറ്റിക്കാണ് ആ സാധനം എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ മലയാളം എടുത്ത് വായിച്ചാൽ നമുക്ക് അതിൻ്റെ അകത്ത് ഒരു പോയെന്ന് തോന്നത്തില്ല. വൈ? ബിക്കോസ് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ മൂലഭാഷയിലെ ആ റൈമിങ്ങുകളും വാക്കുകളുടെ സാധനങ്ങളും ഒക്കെ എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഇവിടെയും അവൻ വിശ്വാസം മൂലം വിശ്വാസത്താൽ എന്നൊക്കെ പറയുന്നത് ഒരു പക്ഷേ അങ്ങനെ ഒരു റൈറ്റിംഗ് സ്റ്റൈലിന് വേണ്ടിയിട്ട് എന്തായിരിക്കാം എഴുതിയായിരിക്കാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ്? പരിച്ഛേദനക്കാരനാണേലും അഗ്രചർമ്മിയാണേലും എന്തുണ്ട്? വിശ്വാസത്താലാണ് നിനക്ക് നീതീകരണമുള്ളൂ. പൗലോസ് എന്ത് ചെയ്യുകയാണ്? അത് പറഞ്ഞിവിടെ സ്ഥാപിക്കുകയാണ്. അപ്പം നോക്കിയേ, കൃപയാൽ, ഈ വാക്കുകൾ നിങ്ങൾ വേറെ എന്തു മറന്നാൽ ഈ വാക്കുകൾ മറക്കരുത്. കൃപയാൽ യേശുക്രിസ്തുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി നീതീകരിക്കുന്നു. ഈ 4 കാര്യങ്ങൾ ആണ് ക്രിസ്ത്യാനിറ്റിയുടെ ഫൗണ്ടേഷൻ. ഇത് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ഒന്നും മനസ്സിലാവത്തില്ല. ഇത് മനസ്സിലാവാതെ നമ്മൾ സുവിശേഷങ്ങളിൽ ഏത് ഉപമ എടുത്ത് വായിച്ചാലും തലതിരിഞ്ഞേ നമുക്ക് തോന്നത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് നമ്മൾക്ക് ക്രിസ്ത്യാനിറ്റിയുടെ ഫൗണ്ടേഷൻ. കൃപയാൽ യേശുക്രിസ്തുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. അതുകൊണ്ട് പ്രശംസ ഇവിടെ പോയി. ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലോ? അല്ല, വിശ്വാസത്താൽ തന്നെ. അതുകൊണ്ട് നമുക്ക് പ്രശംസയില്ല. അതുകൊണ്ട് ന്യായപ്രമാണം കൂടാതെ യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നീതീകരിക്കപ്പെടുന്നു. അതിലാരില്ല, യഹൂദനും യവനനും ഒന്നും വ്യത്യാസമില്ല. കാരണം ദൈവം യഹൂദൻ്റെ മാത്രം
ദൈവമല്ല. ദൈവം എല്ലാവരുടെയും ദൈവമായതുകൊണ്ട് എല്ലാവർക്കും നീതീകരിക്കപ്പെടുന്നു. അതിൽ പരിച്ഛേദനക്കാരനും അഗ്രചർമ്മിയും ഒരേപോലെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നു. ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയും പറഞ്ഞു വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം ഉണ്ടാവും. എന്താണ് ആ ചോദ്യം? അല്ലേ? ഇത്രയും പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ചോദ്യം എന്താണ്? അത് ശരി, അപ്പോൾ ഈ ന്യായപ്രമാണം കൊണ്ട് എന്തില്ലായിരുന്നു? ഒരു കാര്യമില്ലായിരുന്നല്ലേ, വെറുതെ ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഓരോ പരിപാടിയാണെന്ന് ചോദിക്കത്തില്ലേ? അതേ ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ അടുത്ത ചോദ്യം എന്താണ്? ആകയാൽ നാം വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നുവോ? അപ്പോൾ ഇത്രയും പറയാൻ നോക്കി, യഹൂദൻ ഇത്രയും കാലവും ന്യായപ്രമാണം പിടിച്ചുകൊണ്ടിരിക്കുക, വലിയ സംഭവമായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത്രയും ന്യായപ്രമാണം കൂടാതെ അങ്ങ് നീതീകരണം എന്നൊക്കെ പറയുമ്പം സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരും, ദൈവമേ അപ്പം ഈ ന്യായപ്രമാണം കൊണ്ടൊന്നും ഒരു കാര്യമില്ലയോ എന്നൊരു ചോദ്യം വരും. അപ്പോൾ ചോദിക്കുക, നിങ്ങളപ്പം വിശ്വാസം കൊണ്ട് ന്യായപ്രമാണത്തെ എന്ത് ചെയ്യുക? ദുർബലമാക്കുവാണോ? ഈ ഗലാത്യ ലേഖനത്തിൽ ഇതേ ആശയങ്ങൾ തന്നെ, പൗലോസിൻ്റെ എല്ലാ ലേഖനങ്ങളിലും ഗലാത്യ ലേഖനത്തിൽ ഇതേ ആശയം പൗലോസ് പറയുന്നത്. അവിടെ പൗലോസ് പറയുന്നത് ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ ഉള്ള വിവാഹത്തെ പറ്റിയിട്ടാണ് പൗലോസ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അത് രസമാണ്. ഇത് നമ്മൾ മുന്നോട്ട് പഠിക്കുമ്പോൾ അത് പഠിക്കും. എന്നാലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാതിരിക്കാൻ ഞാൻ ചുരുക്കത്തിൽ അതൊന്ന് പറയാം. പൗലോസ് പറയുന്നത് ന്യായപ്രമാണം മാറിപ്പോകുന്നില്ല. കാര്യം എന്താണ്? ന്യായപ്രമാണം ദൈവശാസനീയമാണ്. ദൈവം കൊടുത്തതാണ് എന്ത്? അതുകൊണ്ട് തന്നെ ന്യായപ്രമാണം മോശമാകത്തില്ല. കാരണം ദൈവം കൊടുത്ത സംഭവം മോശമാകുമോ? ഇല്ല. പക്ഷെ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നീതീകരിക്കപ്പെടാൻ പറ്റത്തില്ല. അപ്പം നോക്കി, യഹൂദനെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ പ്രവൃത്തിയിൽ എന്ത് ചെയ്തിരിക്കുകയാണ്? ന്യായപ്രമാണത്തിൽ ഇവർ കിടക്കുകയാണ്. അപ്പം പൗലോസ് ഇതിനെ ഒരു വിവാഹം പോലാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു വിവാഹത്തിൽ ഒരാൾ ഭാര്യയും ഭർത്താവോട് ഒരു കവനന്റിൽ ഏർപ്പെടുമ്പം ഒരാൾ മരിക്കാതെ അതിൽ നിന്ന് മറ്റേ ആൾക്ക് എന്തില്ല? മോചനമില്ല. അപ്പം ന്യായപ്രമാണത്തിൻ്റെ കെട്ടിക്കിടക്കുന്നവരോട് പൗലോസ് പറയുക, നിങ്ങൾ ന്യായപ്രമാണത്തിൽ നിന്ന് പുറത്തു വന്ന് വിശ്വാസത്താലാണ് നീതീകരണം എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ട് അവർ ചോദിക്കും, അപ്പം ന്യായപ്രമാണം ഇപ്പോൾ ഈ ചോദിച്ച സെയിം ചോദ്യം, അപ്പം ന്യായപ്രമാണം എന്ത് കൊള്ളത്തില്ലായിരുന്നോ എന്ന്. അപ്പോൾ പൗലോസ് പറയുക, ന്യായപ്രമാണത്തിന് കുഴപ്പമൊന്നുമില്ല, ന്യായപ്രമാണത്തിന് മരിക്കാൻ പറ്റത്തില്ല. കാരണം ന്യായപ്രമാണം എന്താണ്? നല്ലതാണ്. ന്യായപ്രമാണത്തിന് കുഴപ്പമുള്ളത് കൊണ്ടല്ല, നിനക്കത് അനുസരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നിനക്ക് പറ്റാത്തത്. ന്യായപ്രമാണം നല്ലത്, അത് അങ്ങനെ തന്നെ ഇരുന്നോട്ട്. പക്ഷെ നീ എന്ത് ചെയ്യണം? മരിക്കണം. അപ്പം നീ ന്യായപ്രമാണമായിട്ടുള്ള ബോണ്ടിൽ നിന്ന് എന്ത് ചെയ്യും? പുറത്തു വരും. ന്യായപ്രമാണം ദൈവശാസ്ത്രം, അത് അവിടെ തന്നെ ഇരുന്നോട്ട്, നീ ഒന്നും ചെയ്യും. പക്ഷെ നീ മരിക്കുമ്പോൾ ന്യായപ്രമാണത്തിൻ്റെ ബോണ്ടിൽ നിന്ന് നീ പുറത്തു വരികയും നീ ക്രിസ്തുവിൽ ജനിക്കുമ്പോൾ നീ ക്രിസ്തുവുമായിട്ടുള്ള ന്യൂ കവനന്റിൽ എന്ത് ചെയ്യുകയാണ്? വരികയും ചെയ്യുകയാണ്. അപ്പം നോക്കിക്കേ, ന്യായപ്രമാണം മോശമല്ല, ന്യായപ്രമാണം ദൈവം കൊടുത്തു തന്നെ, അതവിടെ ഇരുന്നോട്ട്, അത് മരിക്കണ്ട. പക്ഷെ നിനക്ക് മരിക്കാം. നീ ന്യായപ്രമാണത്തിന് മരിച്ച് നീ ക്രിസ്തുവിൽ ജീവിക്കുമ്പോൾ ന്യായപ്രമാണത്തിൻ്റെ ബോണ്ടിൽ നിന്ന് നീ മാറുകയും നീ ക്രിസ്തുവിൽ എന്ത് ചെയ്യുകയാണ്? പുതിയൊരു കവനന്റിലേക്ക് വരികയും ചെയ്യുകയാണ്. പക്ഷെ പൗലോസ് അതിലേക്ക് ഇവിടെ എത്തിയിട്ടില്ല. പൗലോസ് ചോദിക്കുകയാണ്, അതുകൊണ്ട് നമ്മൾ വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നുവോ? ഒരു നാളുമില്ല, ഞാൻ ന്യായപ്രമാണത്തെ ഉറപ്പിക്കുക അത്രയേ ചെയ്യുന്നത്. കാര്യം എന്താ? പൗലോസ് മേളിൽ പറയുക, ഈ വിശ്വാസത്താലുള്ള നീതീകരണം പ്രവാചകന്മാരും ന്യായപ്രമാണവും ഇത് തന്നെ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുക. അപ്പം നിങ്ങൾ ന്യായപ്രമാണത്തെ മാറ്റി വെച്ചിട്ട് വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുമ്പം ന്യായപ്രമാണത്തെ ദുർബലമാക്കുമല്ല, മറിച്ച് എന്ത് ചെയ്യുക? ഉറപ്പിക്കുക. കാരണം അതും പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇത് തന്നെ ആണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അന്നാളിൽ ഞാനൊരു പ്രവാചക പുസ്തകങ്ങൾ ഓർക്കുന്നില്ലേ രാജോച്ച? അന്നാളിൽ ഞാനൊരു പുതിയ നിയമം ചെയ്യും, അല്ലേ? അപ്പം അവരും പറഞ്ഞിരിക്കുന്നത് ഏകസ്കേലിൽ പറഞ്ഞിരിക്കുക, അന്നാളിൽ ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾക്കൊരു അന്ന് മറ്റേ അന്ന് അപ്പം കയ്പ് കഴിച്ചാൽ മുഖൻ്റെ എന്താ പുളിക്കത്തില്ല എന്നൊക്കെയുള്ള പ്രവചന പുസ്തകം ഞാൻ ഓർക്കുന്നില്ല വാക്യം. അപ്പം പ്രവാചകന്മാരൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെ. അതുകൊണ്ട് നിങ്ങൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുമ്പോൾ ന്യായപ്രമാണത്തെ ദുർബലമാക്കുകയല്ല, മറിച്ച് എന്ത് ചെയ്യുക? ഉറപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന് പൗലോസ് പറയാം. ഇനിയും അതിൻ്റെ ആഴത്തിലോട്ട് പൗലോസ് ഇറങ്ങി ചെല്ലുക. നമ്മൾ പഠിച്ചല്ലോ, ഇത്രയും നേരം നമ്മൾ പറഞ്ഞില്ലേ, ഈ യഹൂദന്മാർക്ക് അബ്രഹാം ആരായിരുന്നു? വലിയ സംഭവമാണ്, വിശ്വാസികളുടെ പിതാവൊക്കെ അല്ലേ? ആ വിശ്വാസികളുടെ പിതാവെന്ന് പറഞ്ഞ അബ്രഹാമിനെ തന്നെ എടുത്തിട്ട് പൗലോസ് ഇനി ഇത് പ്രൂവ് ചെയ്യുന്നതാണ് 4-ാം അധ്യായം മുഴുവൻ നമ്മൾ കാണാൻ പോകുന്നത്. പക്ഷെ നമ്മൾ അതിലോട്ട് ചെല്ലുന്നതിന് മുമ്പ് അടുത്ത ആഴ്ച നമ്മളിപ്പോൾ ഈ പഠിച്ച ആശയമില്ലേ, വിശ്വാസത്താലുള്ള നീതീകരണം, ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കുറേ അപ്പോളജിസ്റ്റിക് സാധനങ്ങളും കുറച്ച് തിയോളജിക്കൽ ആസ്പെക്ട്സും ഒക്കെ പഠിച്ച് ഉറച്ചിട്ട് മേ ബി നമ്മൾ അടുത്ത ആഴ്ച അത് പഠിച്ച് തീരുമെന്ന് വിശ്വസിക്കുന്നു. എന്നിട്ട് നമ്മൾ അതിൻ്റെ അടുത്ത ആഴ്ച തൊട്ട് 4-ാം അധ്യായം വീണ്ടും കണ്ടിന്യൂ ചെയ്യും. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും സംശയം?